സക്കറിയാവിൻ ദീർഘദർശന പുസ്തകം 1-ാം അധികാരം 14-ാം വചനത്തെ വാസിപ്പവുമാകും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത് എന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ദേവനുடைய പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. நமது தேவாதி தேவன் உரைக்கிறார், സിയോനുക്കാகவும் യെരൂശലേമുക്കാகவும் ഞാൻ മഹാവൈരാഗ്യമുടയവനാக കാണപ്പെടും. നമ്മുടെ ദൈവം പറയുകയാണ്, സിയോനും യെരൂശലേമിനും വേണ്ടി ഞാൻ മഹാതീഷ്ണതയോടുകൂടെ എരിയുന്നു. സക്കറിയ ദീർഘദർശന അടിമത്തനத்துக்கு பிறகு എഴുതിന ഒരു ദീർഘദർശന പുസ്തകം താൻ സക്കറിയാവിൻ പുസ്തകം. ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയതിനു ശേഷം സക്കറിയ പ്രവാചകൻ എഴുതിയതായ പുസ്തകമാണ് സക്കറിയാവിന്റെ പ്രവചനങ്ങൾ. പഴയ ഏർപ്പാട്ടിൽ 17 ദീർഘദർശന പുസ്തകങ്ങളെ പാർക്കിൻഡു. പഴയ നിയമത്തിൽ 17 പ്രവചന പുസ്തകങ്ങൾ നമുക്ക് കാണാം. அந்த 17 പുസ്തകത്തെ മൂന്നാக നാം പിരിക്കാം. 17 പുസ്തകത്തെ നമുക്ക് 3ആയി വിഭാഗിക്കാം. ഒന്നേ അടിമത്തനத்துக்கு മുൻപ് എഴുതപ്പെട്ട, ഒന്ന് പ്രവാസത്തിന് മുമ്പ് എഴുതിയതായ പുസ്തകങ്ങൾ. രണ്ടാമത് അടിമത്തന നാളുകളിൽ എഴുതപ്പെട്ട, രണ്ടാമത് പ്രവാസ നാളുകളിൽ എഴുതിയതായ പുസ്തകങ്ങൾ. മൂന്നാമത് അടിമത്തനத்துக்கு പിറക് എഴുതിന പുസ്തകം. മൂന്നാമത് പ്രവാസത്തിന് ശേഷം എഴുതിയതായ പുസ്തകങ്ങൾ. അടിമത്തനത്തിൽ ഇരിക്കുമ്പോൾ എഴുതിന ദീർഘദർശന പുസ്തകം താൻ എസെക്കിയേലും ദാനിയേലും. പ്രവാസത്തിലിരിക്കുമ്പോൾ എഴുതിയ പുസ്തകങ്ങളാണ് എഹെസ്കേലും ദാനിയേലും. അടിമത്തനத்துக்கு പിറക് എഴുതിന പുസ്തകങ്ങൾ താൻ ഹഗായ്, സക്കറിയ, മലാക്കി തുടങ്ങിയത് പ്രവാസത്തിന് ശേഷം എഴുതിയ പുസ്തകമാണ്. അത് മറ്റേ എല്ലാ പുസ്തകങ്ങളും അടിമത്തനத்துக்கு മുൻപ് എഴുതപ്പെട്ടത്. ബാക്കി എല്ലാ പുസ്തകങ്ങളും പ്രവാസത്തിന് മുമ്പ് എഴുതിയതാണ്. സക്കറിയാവിനുடைய ദീർഘദർശനം യൂദർക്കുള്ള ദീർഘദർശനം. സക്കറിയാവിന്റെ പ്രവചനം യഹൂദന്മാർക്കുള്ള പ്രവചനമാണ്. കോരേസിൻ നാൾക്കളിൽ ബാബിലോൺ ദേശത്തിലിരുന്ന് ഇസ്രായേൽ മക്കൾ യെരൂശലേമുക്ക് വന്നാർ. കോരേശ് രാജാവിന്റെ നാളുകളിൽ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനം യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ഏറെക്കുറെ BC 58-ാം ആണ്ടിൽ സംഭവിച്ചത്. ഏകദേശം BC 538-ാം സംവത്സരം സംഭവിച്ചതാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോഴേ സെരുബാബേലിൻ തലമയിലും യോശുവ എന്ന പ്രധാന ആസാര്യനുടെ തലമയിലും ജനങ്ങൾ ബാബിലോൺ ദേശത്തിലിരുന്ന് യെരൂശലേം. സെരുബാബേലിന്റെ നേതൃത്വത്തിലും യോശുവ മഹാപുരോഹിതന്റെ നേതൃത്വത്തിലും ജനങ്ങൾ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. സെരുബാബേൽ രാജകുടുംബത്തിൽ പിറന്ന ഒരു സെരുബാബേൽ രാജകുടുംബത്തിൽ ജനിച്ചതായ ഒരു രാജകുമാരനായിരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത നാൾക്കളിൽ സക്കറിയ ദീർഘദർശനം ഉരൈത്താർ. ആ നാളുകളിൽ സക്കറിയ പ്രവാചകൻ പ്രവചിച്ചു, സിയോനുക്കാகவும் യെരൂശലേമുക്കാகவும் ഞാൻ മഹാവൈരാഗ്യമുടയ ദേവനായിരിക്കും. സിയോനും യെരൂശലേമിനും വേണ്ടി ഞാൻ മഹാതീഷ്ണതയോടുകൂടി എരിയുന്നു. സക്കറിയ 8-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോഴത്, സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, സിയോനുക്കാക കടും വൈരാഗ്യമായിരിക്കാൻ என்றும் അതിനുടെ കീഴെ വാസിക്കുമ്പോൾ സിയോനുക്കാക മഹാവൈരാഗ്യമുടയ ദേവനായിരിക്കാൻ എന്ന് നാം വാസിക്കണം. ഞാൻ മഹാതീഷ്ണതയോടുകൂടി സിയോന് വേണ്ടി എരിയുന്നുവെന്നും അതിൻ്റെ താഴെ വായിക്കുമ്പോൾ ഞാൻ സിയോന് വേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നുവെന്നും വായിക്കുന്നു. നിങ്ങൾ യാവരും അറിഞ്ഞതുപോലെ എഴുത്തിൻപടി ഇസ്രായേൽ മക്കളുണ്ട്, അതേപോലെ ആവികൂറിയ ഇസ്രായേൽ മക്കളുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അക്ഷരിക ഇസ്രായേലുണ്ട്, ആത്മീക ഇസ്രായേലുമുണ്ട്. എഴുത്തിൻപടി സിയോനും യെരൂശലേമും ഉണ്ട്, ആവികൂറിയ സിയോനും യെരൂശലേമും ഉണ്ട്. അക്ഷരിക സിയോനും യെരൂശലേമും ഉണ്ട്, ആത്മീയ സിയോനും യെരൂശലേമും ഉണ്ട്. ആവികൂറിയ സിയോനുക്കാகவும் യെരൂശലേമുക്കാகவும் ദേവൻ കൊടും വൈരാഗ്യമുള്ളവരാக കാണപ്പെടുகிறார். ആത്മീക സിയോനും യെരൂശലേമിനും വേണ്ടി ദൈവം മഹാതീഷ്ണതയുള്ളവനാകുന്നു. എഴുത്തിൻപടിയുള്ള സിയോനും യെരൂശലേമും ഒരു നാളിൽ അഴിക്കപ്പെടും. അക്ഷരീക സിയോനും യെരൂശലേമും ഒരു ദിവസം നശിച്ചു പോകും. എന്നാൽ ആവികൂറിയ യെരൂശലേമും സിയോനെയും അഴിക്ക മുടിയാതെ. എന്നാൽ ആത്മീക സിയോനെയും യെരൂശലേമിനെയും നശിപ്പിക്കുവാൻ കഴിയില്ല. നിത്യരാജ്യത്തിൽ ഒരു സിയോനിന്റെ ഇടമുണ്ട്. നിത്യരാജ്യത്തിൽ സിയോൻ എന്നുള്ള ഒരു സ്ഥലമുണ്ട്. അതോട് ചേർന്ന് യെരൂശലേം എന്റെ ഒരു ഇടമുണ്ട്, അതുവേ നമ്മുടെ നിത്യ വാസസ്ഥലം. അതിനോട് ചേർന്ന് യെരൂശലേം എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്, അതാണ് നമ്മുടെ നിത്യനിവാസം. ദേവൻ ഏൻ അതற்கு വൈരാഗ്യമായി ഇരിക്കുന്നത്? ദൈവം എന്തിനാണ് അതിനോട് തീഷ്ണതയോടെ ഇരിക്കുന്നത്? പുതിയ വാനത്തുക്കാക പുതിയ ഭൂമിക്കാക ഞാൻ വൈരാഗ്യമായി ഇരിக்கிறேன் എന്ന് നാം വേദത്തിൽ വാസിക്കുന്നതില്ല. പുതിയ ആകാശത്തിന് വേണ്ടിയോ പുതിയ ഭൂമിക്ക് വേണ്ടിയോ ഞാൻ തീഷ്ണത ഉള്ളവനായിരിക്കുന്നു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നില്ല. എന്നാൽ സിയോനുക്കാക യെരൂശലേമുക്കാക പുതിയ യെരൂശലേമുക്കാക
ഞാൻ കടും വൈരാഗ്യമായിരിക്കും. എന്നാൽ സിയോനും യെരൂശലേമിനും വേണ്ടി ഞാൻ മഹാതീഷ്ണതയുള്ളവനാകുന്നു. இந்த சியோன் எருசலேம் சேர்ந்ததான் புதிய ஏற்பாட்டு சபை. ഈ സിയോനും യെരൂശലേമും കൂടി ചേർന്നതാണ് പുതിയ നിയമസഭ. ആനപടിനാലதான் മത്തേയു 16 அதிகாரம் 18 വചനത്തെ വാസിക്കും പൊഴുത്, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 18 വാക്യം വായിക്കുമ്പോൾ, എൻ സഭയെ ഞാൻ കെട്ടുവേൻ, ഞാൻ എൻ്റെ സഭയെ പാതാളത്തിൻ വാസലുകൾ മേற்കൊള്ളുവതില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാളത്തിൻ വാസലുകൾ വിഴുந்த ആവികൾ എൻ സഭയ്ക്ക് വിരോധமாக ക്രിയ ചെയ്യുവാർ. പാതാള ഗോപുരങ്ങൾ അല്ലെങ്കിൽ വീണുപോയ ദുരാത്മാക്കൾ എൻ്റെ സഭയ്ക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കും. ആനാലും എൻ സഭയെ സിയോനെ യെരുസലേമേ ഞാൻ കട്ടുവേൻ. എന്നാലും എൻ്റെ സഭയെ സിയോനെയും യെരൂശലേമിനെയും ഞാൻ പണിയും. ആനപടിനാലത്താൽ 102 സങ്കീതം 15 വചനത്തെ വാസിക്കുമ്പോൾ കർത്തർ സിയോനെ കെട്ടി തമത് മഹിമയിൽ വെളിപ്പെടുവാർ എന്ന് വാസിக்கிறோம். അതുകൊണ്ടാണ് 102 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ ഞാൻ സിയോനെ പണിയും, തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്യുമെന്ന് ദൈവം അരുളി ചെയ്യുന്നത്. 147 സങ്കീതം 2 വചനത്തെ വാസിക്കുമ്പോൾ യെരുസലേമേയും ഞാൻ കെട്ടുகிறேன். 147 സങ്കീർത്തനം 2 വാക്യത്തിൽ യെരൂശലേമിനെ ഞാൻ പണിയും. ഞാൻ സഭയെ കെട്ടുവേൻ എന്ന് ചൊല്ലുമ്പോൾ ഞാൻ സിയോനെയും യെരുസലേമേയും കെട്ടുகிறேன். ഞാൻ സഭയെ പണിയും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ സിയോനെയും യെരൂശലേമിനെയും പണിയും. இந்த கட்டுகிற விஷயத்தில் நான் மிகவும் கடும் வைராக்கியமாய் இருக்கிறேன். ഈ പണിയുന്ന വിഷയത്തിൽ ഞാൻ വളരെ തീഷ്ണതയുള്ളവനാകുന്നു. കാരണം இந்த യെരുസലേം സിയോൻ താൻ അത്ഭുതങ്ങളാക അടയാളങ്ങളാക കാണപ്പെടുகிறது. എന്തുകൊണ്ടെന്നാൽ ഈ സിയോനും യെരൂശലേമും ആകുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കാണപ്പെടുന്നത്. യെശയ്യാ 8 அதிகாரம் 18 വചനത്തെ വാസിക്കുമ്പോഴത്, യെശയ്യാ പ്രവചനം 8 അധ്യായത്തിന്റെ 18 വാക്യം വായിക്കുമ്പോൾ, ഇതോ നാനും കർത്തർ എനിക്ക് തന്ന പിള്ളകളും സിയോൻ പർവ്വതത്തിൽ വാസമായിരിക്കും കർത്തരാലെ ഇസ്രവേലിൽ അത്ഭുതങ്ങളാക അടയാളങ്ങളാക കാണപ്പെടുகிறோம். ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. ദേവനുடைய സഭയാനത് അവരുടെ ശരീരം എന്ന് നാം വേദത്തിൽ വാസിக்கிறோம். ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ശരീരമാണ് എന്നുള്ളത് തിരുവചനത്തിൽ വായിക്കുന്നു. അരുമയാന ദേവജനമേ, സിയോനും യെരുസലേമും അത്ഭുതങ്ങളാക അടയാളങ്ങളാക കാണപ്പെടുകിன்றன. പ്രിയ ദൈവജനമേ, സിയോനും യെരൂശലേമും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കാണപ്പെടുന്നു. കാരണം നിത്യരാജ്യത്തിൽ ദേവാദി ദേവനോട് നാം ആളുക ചെയ്യ പോകിன்றோம். കാരണം നിത്യരാജ്യത്തിൽ നാം ദൈവാധിദൈവത്തോടുകൂടെ വാഴുവാൻ പോകുന്നു. அப்படிப்பட்ட ஒரு வைராக்கியம் தேவனுக்கு இருந்தால் மட்டும் போதாது, எனக்கும் உங்களுக்கும் அந்த வைராக்கியம் தேவை. അങ്ങനെയുള്ള ഒരു തീഷ്ണത ദൈവത്തിനുണ്ടായാൽ മാത്രം പോരാ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു തീഷ്ണത ആവശ്യമാണ്. அவர் எந்த அளவுக்கு கடும் வைராக்கியமாக காணப்படுகிறாரோ அதே போல நாமும் கடும் வைராக்கியமாக സിയോനിൻ വേലയ്ക്കാക, ஊழியத்துக்காக, യെരുസലേമിൻ ஊழியத்துக்காக നാം പ്രയാസപ്പെട വേണ്ടും. ദൈവം എത്രത്തോളം മഹാതീഷ്ണതയുള്ളവനെ കാണപ്പെടുന്നു, അത്രത്തോളം നാമും തീഷ്ണതയുള്ളവരായി സിയോന് വേണ്ടി, ഈ വേലയ്ക്ക് വേണ്ടി വളരെ തീഷ്ണതയുള്ളവരായി കാണപ്പെടണം. യോവാൻ 2 அதிகாரம் 17 വചനത്തെ വാസിക്കുമ്പോഴത്, യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ, യേശുവുക്കുൾ ഭക്തി വൈരാഗ്യം കാണപ്പെട്ടത് നാം വാസിக்கிறோം. യേശുവിന്റെ ഉള്ളിൽ വളരെ തീഷ്ണത കാണപ്പെട്ടതായിട്ട് നാം കാണുന്നു. ഭക്തി വൈരാഗ്യം എന്നെ ഭക്ഷിച്ചത് എന്ന് നാം വാസിக்கிறோം. ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് നാം വായിക്കുന്നു. ആലയത്തെക്കുറിച്ചുള്ള ഭക്തി വൈരാഗ്യം എന്നെ ഭക്ഷിച്ചത്, ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അന്ത വൈരാഗ്യം എനക്കും ഉങ്ങൾക്കും തേവേ. ആ വൈരാഗ്യം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. സാത്താൻ இந்த വേലയ്ക്ക് വിരോധமாக ക്രിയ ചെയ്യുகிறாൻ. സാത്താൻ ഈ വേലയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. മീഖാ 4 அதிகாரம் 11 വചനത്തിൻപടി, മീഖാ 4 അധ്യായം 11 വാക്യപ്രകാരം, സിയോൻ തീട്ടുപെടുവാളാക എങ്കൾ കൺകൾ പാർപ്പதாக എന്ന് ചൊല്ലി അനേക ജാതിയാർ ഉനക്ക് വിരോധமாக കൂടിയിരിக்கிறார்கள். സിയോൻ മലിനമാകട്ടെ, എന്റെ കണ്ണുകൾ അത് കണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ അവൾക്ക് വിരോധമായി കൂടിയിരിക്കുന്നു. ആനപടിയാൽ ദേവജനമേ നാം എഴുമ്പുவோமாக. അതുകൊണ്ട് ദൈവജനമേ, നാം എഴുന്നേൽക്കാം. എത്ര പേർ സിയോനുക്കാக, യെരുസലേമുക്കാக, ദേവസഭയ്ക്കാக വൈരാഗ്യമായി നിൽപ്പേൻ എന്ന് சொல்லுവവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ சொல்லுங்கள். സിയോന് വേണ്ടി, യെരൂശലേമിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ തീഷ്ണതയോടെ നിലകൊള്ളും എന്ന് പറയുന്നവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ഹല്ലേലൂയ. இந்த கன்வென்ஷன் மூலமாக அந்த வைராഗ്യം ഉன்னுடைய வாழ்க்கையில் எழும்பட்டும். ഈ കൺവെൻഷൻ നിമിത്തമായിട്ട് ആ ഒരു തീഷ്ണത അതിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കട്ടെ. ദേവനുடைய ஊழியத்தை அழிக்கும்படியாக சாத்தான் பல நிலவரத்தில்
கிரிய செய்கிறான். ദൈവത്തിന്റെ വേലയെ നശിപ്പിക്കേണ്ടതിന് സാത്താൻ പല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു. ஆனால் சபையை அழிக்காதபடிக்க தேவன் நம்மோடு இருந்து വൈരാഗ്യமாக ക്രിയ ചെയ്യുகிறாർ. ഇന്ന് സഭയെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവം നമ്മോടുകൂടെ ഇരുന്ന് തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. அந்த வைராக்கியம் இந்த കൺവെൻഷനിൽ ഉനക്കുൾ ഉരുവാകട്டும். ആ തീഷ്ണത ഈ കൺവെൻഷനിൽ നിന്റെ ഉള്ളിൽ ഉളവാകട്ടെ. வைராக்கியம் என்று சொன்னால் அர்த்தம் என்ன? തീഷ്ണത എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? அதற்கு எழுப்புதல் என்று சொல்லலாம். അതിന് ഉണർവ് എന്ന് പറയാം. எழுப்புதல் என்று சொன்னால் ஆடுகிறதோ சாடுகிறதோ பாடுகிறதோ ஒன்றுமல்ல. ഉണർവ് എന്ന് പറയുമ്പോൾ ആടുന്നത് ചാടുന്നത് പാടുന്നത് ഒന്നുമല്ല. எழுப்புதல் என்று சொல்லும் போது ഉണർവ് എന്ന് പറയുമ്പോൾ എബ്രായർ 12-ാം അധികാരം 4-ാം വചനത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യപ്രകാരം படி பாவத்தோடு எதிர்த்து நிற்கும் விஷயத்தில் ரத்தம் சிந்தத்தக்கவண்ணம் நீங்கள் இன்னும் எதிர்த்து நிற்கவில்லையே. പാപത്തോട് പോരാടുന്നതിന് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பாவத்தோடு நாம் எதிர்த்து நிற்போமாக. പാപത്തോട് നാം എതിർത്ത് നിൽക്കണം. നെഹെമ്യാവിൻ നാൾകളിൽ இந்த வைராக்கியம் காணப்பட்டது. നെഹെമ്യാവിന്റെ നാളുകളിൽ ഈ ഒരു തീഷ്ണത കാണപ്പെട്ടു. தேவனுடைய ஆலயத்தின் மதிலை கட்டும்படிக்கு அவர் നിയോഗിத்தார். ദൈവനഗരത്തിന്റെ മതിലുകൾ പണിയേണ്ടതിന് അവർ തീരുമാനിച്ചു, ആലോചിച്ചു. കോരേസിൻ നാൾകളിലും ദാരിയുവിൻ നാൾകളിലും അർത്തശഷ്ടാവിൻ നാൾകളിലും ആലയം കട്ടപ്പെട്ടത്. കോരേസിന്റെ നാളുകളിലും ദാരിയാവേസിന്റെ നാളുകളിലും അർത്ഥാക്ഷഷ്ടാവിന്റെ കാലത്തുമാണ് ആലയം പണിയപ്പെട്ടത്. അതற்காக സെരുബാബേലിൻ തലമയിലും എസ്രാവിൻ തലമയിലും ജനങ്ങൾ ഉദവിയാക നിന്റാர்கள். അതിനുവേണ്ടി യെരൂശലേമിന്റെ നേതൃത്വത്തിലും എസ്രായുടെ നേതൃത്വത്തിലും ജനങ്ങൾ സഹായമായി നിലകൊണ്ടു. നെഹെമ്യാ ദേവാലയത്തിൻ മതിലെ കെട്ടുകിற വേലയിൽ അവർ വീഴ്ത്തിരുന്നാർ. നെഹെമ്യാവ് ദൈവാലയത്തിന്റെ മതിൽ പണിയുന്ന വേലയിൽ വ്യാപൃതനായിരുന്നു. എവിധமாக വൈരാഗ്യமாக അവർ அந்த മതിലെ കെട്ടിനാൻ. എപ്രകാരമാണ് തീഷ്ണതയോടുകൂടി താൻ ആ മതിൽ പണിതത്? നെഹെമ്യാ 4-ാം അധികാരം 17-18 വചനങ്ങളിൽ വാസിക്കുമ്പോൾ നെഹെമ്യാ 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഒരു കൈയിനാൽ അവൻ ആയുധത്തെ ഏന്തിനാൻ. ഒരു കൈ കൊണ്ട് അവർ ആയുധം പിടിച്ചു. ഒരു കൈയിനാൽ വേലയും ചെയ്താர்கள். ഒരു കൈ കൊണ്ട് പ്രവൃത്തിയും ചെയ്തു. വേല ചെയ്യുന്നവർ ഒരു കൈയിൽ ആയുധത്തെ ഏന്തിനാர்கள். വേല ചെയ്യുന്നവർ ഒരു കൈ കൊണ്ട് ആയുധം പിടിച്ചു. ഒരു കൈയിനാൽ വേലയും ചെയ്താர்கள். ഒരു കൈ കൊണ്ട് വേലയും ചെയ്തു. അതുதான் നെഹെമ്യാവിൻ നാൾകളിലെ വൈരാഗ്യം. അതാണ് നെഹെമ്യാവിന്റെ നാളുകളിലെ തീഷ്ണത. നാമും ആയുധത്തെ ഏന്ത വേണ്ടും. നാമും ആയുധം ധരിക്കണം. നമ്മുടെ ആയുധം என்ன? നമ്മുടെ ആയുധം എന്താണ്? അതുதான் പാപത്തോട് നീ എതിർത്ത് പോരാട വേണ്ടും. അതാണ് നിങ്ങൾ പാപത്തോട് എതിർത്ത് പോരാടുന്നത്. പാപത്തോട് നീ ഇസൈந்து പോകലാകാതെ. പാപത്തോട് നീ ഇണയില്ലപ്പണ ചേരരുത്. യാക്കോബ് 4:7 വാസിക്കുമ്പോൾ യാക്കോബ് 4:7 വായിക്കുമ്പോൾ പിശാസോട് എതിർത്ത് നില്ലുങ്ങൾ അപ്പോഴത് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവാൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദേവജനമേ പാപത്തോട് നീ ഇസൈந்து പോകലാകാതെ. ദൈവജനമേ പാപത്തോട് നിങ്ങൾ ചേർന്ന് പോകരുത്. രഹസ്യ പാപത്തോട് ഇസൈந்து പോകാതെ. രഹസ്യ പാപത്തോട് നിങ്ങൾ ചേർന്ന് പോകരുത്. മൊബൈൽ മൂലமாக ഉള്ള പാപത്തോട് ഇസൈந்து പോകാതെ. മൊബൈൽ നിമിത്തമുള്ള പാപത്തോട് നിങ്ങൾ ചേർന്ന് പോകരുത്. ഇന്നേക്ക് എത്രയോ പേർ പാപத்துக்கு അടിമകളാக കാണപ്പെടുகிறீர்கள். ഇന്ന് എത്രയോ പേർ പാപത്തിന്റെ അടിമകളായി കാണപ്പെടുന്നു. പാപത്തെ വിട്ട് വെളിയെ വാരുങ്ങൾ. പാപം വിട്ട് പുറത്തു വരുവിൻ. ദേവൻ കടും വൈരാഗ്യത്തുടൻ നമ്മുടെ മധ്യേ ഉലാവുകിன்றார். ദൈവം മഹാതീഷ്ണതയോടുകൂടെ നമ്മുടെ മധ്യേ ഉലാവുന്നു. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. പാപത്തിൻ സന്തോഷമാനത് നിരന്തര സന്തോഷമല്ല, നിത്യ സന്തോഷമല്ല. പാപത്തിന്റെ സന്തോഷം എന്നുള്ള തുടർച്ചയായുള്ള സന്തോഷമല്ല, നിത്യമായിട്ടുള്ള സന്തോഷവുമല്ല. ആനപടിയാൽ அந்த സന്തോഷത്തെ വിട്ടുവിടുങ്ങൾ. അതുകൊണ്ട് ആ സന്തോഷത്തെ ഉപേക്ഷിക്കുവിൻ. പാപത്തോട് എതിർത്ത് നിൽപ്പോമാക. പാപത്തോട് എതിർത്ത് നിൽക്കാം. അടുത്ത പരിശുദ്ധത്തിൽ വളരുவோமாக. അടുത്തത് വിശുദ്ധിയിൽ വളരാം. എബ്രായർ 12-ാം അധികാരം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ യൂദ 20-ാം വചനത്തെ വാസിക്കുമ്പോഴും യൂദയുടെ ലേഖനം 20-ാം വാക്യം വായിക്കുമ്പോൾ മഹാപരിശുദ്ധ വിശ്വാസത്തിൽ ഉന്നെ നീ ഉറുതിപ്പെടുത്ത വേണ്ടും. അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ സ്ഥിരപ്പെടുത്തണം. പരിശുദ്ധത്തിൽ വളരുவோமாக. വിശുദ്ധിയിൽ നമുക്ക് വളരാം. പരിശുദ്ധത്തെ കാലാലെ മെതിത്ത് പോടാതിരുകൾ. വിശുദ്ധിയെ കാലുകൊണ്ട് ചവിട്ടിക്കളയരുത്. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ആകയാൽ പരിശുദ്ധത്തിൻ എഴുപ്പതിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് വിശുദ്ധിയുടെ ഉണർവുണ്ടാകട്ടെ. എത്ര പേർ തീരുമാനം ചെയ്യ പോകുകീர்கள்? എത്ര പേർ തീരുമാനം ചെയ്യുവാൻ പോകുന്നു? ഞാൻ പാപത്തോട് എതിർത്ത് നിൽപ്പേൻ. ഞാൻ പാപത്തോട് എതിർത്ത് നിൽക്കും. ഞാൻ പാപത്തോട്
இசைந்து போக மாட்டேன். ഞാൻ പാപത്തോട് ചേർന്ന് പോകുകയില്ല. രഹസ്യ പാപത്തോട് ഞാൻ എതിർത്ത് നിൽപ്പേൻ. രഹസ്യ പാപത്തോട് ഞാൻ എതിർത്ത് നിൽക്കും. മൊബൈൽ മൂലമുള്ള പാപത്തോട് എതിർത്ത് നിൽപ്പേൻ. മൊബൈൽ നിമിത്തമുള്ള പാപത്തോട് ഞാൻ എതിർത്ത് നിൽക്കും. മൊബൈൽ മൂലமாக സിനിമ പടത്തെ ഞാൻ பார்க்க മാട്ടേൻ. മൊബൈൽ നിമിത്തമായിട്ട് ഞാൻ സിനിമ കാണുകയില്ല. அந்த സിനിമ പടം പാപം. ആ സിനിമ പാപമാണ്. നീതിമൊഴികൾ 21 അധികാരം 4 വചനത്തെ വാസിക്കും പൊഴുത്, സദൃശ്യവാക്യങ്ങൾ 21:4 വായിക്കുമ്പോൾ, നീതിമൊഴികൾ 21:4, സദൃശ്യവാക്യങ്ങൾ 21:4, മേട്ടുമയാണ് പാർവയും അകന്തയാണ് മനവുമുള്ള ദുന്മാർഗർ പോടും വെളിച്ചം പാപമേ. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. സിനിമാ പടത്തെ പാർക്കുന്നവർ ഗവനിയുങ്ങൾ. സിനിമ കാണുന്നവർ ശ്രദ്ധിക്കുക. ചിലർ சொல்றாங்க ഞാൻ സിനിമ തിയേറ്റർ. ചിലര് പറയുന്നത് ഞാൻ സിനിമാ തിയേറ്ററിലൊന്നും പോകുന്നില്ലല്ലോ. അന്ത കാലം പോയി വിട്ടത്. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. മൊബൈലിൽ സിനിമാ പടത്തെ പാർக்கிறீர்களா? മൊബൈലിൽ സിനിമ കാണുന്നു. ഉങ്ങളുടെ ടിവിയിൽ സിനിമാ പടത്തെ പാർக்கிறீர்களா? നിങ്ങളുടെ ടിവിയിൽ സിനിമ കാണുന്നു. ലാപ്ടോപ്പിൽ സിനിമാ പടത്തെ പാർக்கிறீர்களா? നിങ്ങളുടെ ലാപ്ടോപ്പിൽ സിനിമ കാണുന്നു. പാർக்கிறீங்களா? കാണുന്നുവോ? ഞാൻ തിയേറ്ററിലെല്ലാം പോക മാട്ടേൻ. ഞാൻ തിയേറ്ററിലൊന്നും പോകാറില്ല. തിയേറ്ററെ കയ്യിലേ വെച്ചിരിക്கிறாய். നീ ഒരു തിയേറ്റർ സ്വന്തം കൈ വെച്ചിട്ടുണ്ടല്ലോ. ഉനക്ക് ജയമുണ്ട്? നിനക്ക് ജയമുണ്ടോ? ഞാൻ സിനിമാ പടത്തെ പാർக்கிறதில்லை என்று എത്ര പേർക്ക് ധൈര്യமாக കരങ്ങളെ ഉയർത്തി சொல்ல முடியும்? ഞാൻ സിനിമ കാണുന്നില്ല എന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ കരങ്ങളെ ഉയർത്തി പറയുവാൻ കഴിയും? ചിലരുണ്ട്. വലിയ മൊബൈലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് സിനിമാ പടത്തെ ഞാൻ പാർக்கிறதில்லை. പക്ഷെ ഞാൻ സിനിമ കാണാറില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ നിങ്ങൾ കേൾക്കണം, ഏൻ പെരിയ മൊബൈൽ വെച്ചത്? എന്തുകൊണ്ടാണ് ഈ വലിയ മൊബൈൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. നമ്മുടെ മുഴുവൻ ഉപദേശ പുസ്തകം മൊബൈലിലുണ്ട്. നമ്മുടെ മുഴുവൻ ഉപദേശ പുസ്തകങ്ങളും മൊബൈലിലുണ്ട്. സൺഡേ സ്കൂൾ സിലബസ് മൊബൈലുണ്ട്. 370 വചനം മൊബൈൽ, 370 വാക്യങ്ങൾ മൊബൈലിലുണ്ട്. നമ്മുടെ സഭയിലുള്ള മുഴുവൻ ചാർട്ടും മൊബൈലിലുണ്ട്. നമ്മുടെ സഭയുടെ എല്ലാ ചാർട്ടുകളും മൊബൈലിലുണ്ട്. இந்த മൊബൈൽ എനിക്ക് പെരിയ പ്രയോജനം. ഈ മൊബൈൽ എനിക്ക് വളരെ ഉപയോഗപ്രദമാണ്. இந்த മൊബൈൽ മൂലமாக ഞാൻ പരിശുദ്ധത്തിൽ വളരുகிறேன். ഈ മൊബൈൽ നിമിത്തമായിട്ട് ഞാൻ വിശുദ്ധിയിൽ വളരുന്നു. നീ മൊബൈൽ മൂലமாக വളരുகிறீர்களா? നിങ്ങൾ മൊബൈൽ നിമിത്തമായിട്ട് വിശുദ്ധിയിൽ വളരുന്നു. എത്ര പേർക്ക് சொல்ல முடியும்? എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്നേക്ക് ഒരു തീരുമാനം பண்ணுங்க. ഇന്നൊരു തീരുമാനം എടുക്കുക. ഇനി இந்த മൊബൈൽ മൂലமாக ഞാൻ സിനിമാ പടത്തെ பார்க்க മാട്ടേൻ. ഇനി മൊബൈൽ നിമിത്തമായിട്ട് ഞാൻ സിനിമ കാണുകയില്ല. മേട്ടുമയാണ് പാർവയും അകന്തയാണ് മനവുമുള്ള ദുന്മാർഗർ പോടും വെളിച്ചം പാവമേ. തമിഴിലൊന്ന് വാസിங்க. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. പറകളെ கேளுங்க, மேட்டுமையான பார்வையும் அகந்தையான மனவும் உள்ள துன்மார்கர் போடும் வெளிச்சம். அப்ப நீ பாவத்தை பார்த்துட்டே இருந்த உனக்குள்ள, അപ്പോൾ നിങ്ങൾ പാപം തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? என்ன வரும்? அதனால தான் தேவன் வைராக்கியமாய் இருக்கிறார். അതുകൊണ്ടാണ് ദൈവം തീക്ഷ്ണതയുള്ളവനായിരിക്കുന്നത്. நான் சியோனுக்காக യെരുശലേമുக்காக என் சரீரமான சபைக்காக வைராக்கியமாய் இருக்கிறேன். ഞാൻ സിയോന് വേണ്ടി യെരൂശലേമിന് വേണ്ടി എൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനാകുന്നു. அந்த வைராக்கியம் உனக்குள்ள புகழ்த்தும்படியாக தேவன் இந்த நாட்களில் நமக்கு கன்வென்ஷனை தந்தார். ആ വിശുദ്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട്, ആ തീക്ഷ്ണത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട് ദൈവം നമുക്ക് ഈ നാളുകളിൽ കൺവെൻഷൻ തന്നിരിക്കുന്നു. അതുകൊണ്ട് അനുസരിക്കാം. വീഡിയോ എടുക്കാതെ വീഡിയോ എടുക്കരുതെന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കരുത്. വാട്സാപ്പിൽ പോടാതെ ഇവിടെ പോടും. വാട്സാപ്പിൽ ഇടരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെ ഇടും നിങ്ങൾ. മെസ്സേജ് വരും. ഇപ്പൊ തന്നെ ഇത് ഇടും നിങ്ങൾ. വാട്സാപ്പിൽ போடுகிறவர்களை கவனியுங்க. தேவன் எருசலேமுக்காக, சியோனுக்காக, தன் சபைக்காக, சரீரமான சபைக்காக கடும் വൈരാഗ്യമായി இருக்கிறார். വാട്സാപ്പിൽ ഓരോന്നിരുന്ന ഓർത്തുകൊള്ളുക, ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി, സിയോന് വേണ്ടി, യെരൂശലേമിന് വേണ്ടി, തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി മഹാതീക്ഷ്ണതയുള്ളവനാകുന്നു. നാം ഒരു തീരുമാനം ചെയ്യുவோமாக. അതുകൊണ്ട് നാം ഒരു തീരുമാനം എടുക്കാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി சொல்லுங்கள். എല്ലാവരും കരങ്ങളെ ഉയർത്തി പറയുവിൻ. ഇന്നു മുതൽ ഞാൻ പാപത്തെ ചെയ്യ മാട്ടേൻ. ഇന്നു മുതൽ ഞാൻ പാപം ചെയ്യില്ല. ദൈവികമായ കാര്യങ്ങൾക്ക് കീഴ്പടിവേൻ. ദൈവികമായ കാര്യങ്ങൾ ഞാൻ അനുസരിക്കും. ദേവസഭയ്ക്ക് ഞാൻ അനുകൂലമായിരിപ്പേൻ. ഞാൻ ദൈവസഭയ്ക്ക് അനുകൂലമായിരിക്കും. യേശുവേ, എനിക്കും അന്ത ആവികുറിയ വൈരാഗ്യം താരം. യേശുവേ, എനിക്കും ആ ആത്മീക തീക്ഷ്ണത നൽകണമേ. അതற்காக കരങ്ങളെ ഉയർത്തി ഒരു 10 സ്തോത്രം பண்ணுவோம். അതിനായിട്ട് കരങ്ങളെ ഉയർത്തി ഒരു 10 സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം,
സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണം എഴുപ്പതിലിൻ കാലം. കാരണം ഇത് ഉണർവിന്റെ കാലമാണ്. ഇനി ഇതേപോലെ കൺവെൻഷൻ കൂട്ടം അടുത്ത വർഷം നടത്താൻ മുടിയുമോ യാതോ നമുക്ക് தெரியாது. ഇതുപോലെ ഒരു കൺവെൻഷൻ അടുത്ത വർഷം നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആമേൻ. ദേവൻ തന്ന തരുണത്തെ പ്രയോജനപ്പെടുത്തുങ്ങൾ. ദൈവം തന്ന അവസരത്തെ ഉപയോഗിക്കാം. സിയോനാക യെരുസലേമാകുംപടി പ്രയാസപ്പെടുങ്ങൾ. സിയോനായി യെരുസലേമെ തീരേണ്ടതിന് അധ്വാനിക്കുവിൻ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த எருசலேமுக்காக சியோனுக்காக இயேசு கிறிஸ்து உலக தோற்றத்துக்கு முன்னமே க்கப்பட்டார். ഈ സിയോനും യെരൂശലേമിനും വേണ്ടി യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിക്കപ്പെട്ടതാണ്. ശരീരமான സഭയാനത് തർത്തയിലാക വന്ന ഒരു ശരീരമാകുന്ന സഭ എന്നുള്ളത് യാദൃച്ഛ്യാ വന്ന ഒരു കാര്യമല്ല. സഭയാനത് ഒരല്ല. സഭ എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടമല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 47-ാം വചനത്തെ വാസിക്കും പൊഴുത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവர்கள் സഭയോട് ചേർത്താറുകൾ എന്ന് നാം വാസിக்கிறோம். രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. அந்த வசனம் தவறு. ആ വചനം തെറ്റാണ്. രക്ഷിക്കപ്പെടുகிறവരെ സഭയോട് ചേർக்கிறതില്ല, എണ്ണിക്കയോട് ചേർക്கிறார்கள். എണ്ണിക്കയോട്. രക്ഷിക്കപ്പെടുന്നവരെ സഭയോടല്ല ചേർത്തുകൊണ്ടിരുന്നു, അവരെ എണ്ണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ സഭയാർ. അപ്പോൾ സഭ ആരാണ്? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സഭയാക മാറ്റപ്പെട വേണ്ടുമാനാൽ നിങ്ങൾ സഭയായി തീരണമെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടാൽ പോരാ. പോരാ. നീ ജ്ഞാനസ്നാനമിട്ടാൽ പോരാതെ. നിങ്ങൾ ജലസ്നാനം എടുത്താൽ പോരാ. 1 കൊരിന്ത്യർ 13-ാം അധികാരം 12-ാം അധികാരം 13-ാം വചനത്തിൽ വാസിക്കുന്നത് പോലെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അന്യഭാഷ അടയാളത്തൻ നീ പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റുകൊള്ള വേണ്ടോ. അന്യഭാഷ അടയാളത്തോടുകൂടെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കണം. ഒരേ ആവിയിനാൽ അവർ ഉന്നെ ശരീരமான സഭയാക മാറ്റിനാർ. ഒരേ ആത്മാവിനാൽ അവൻ നിങ്ങളെ ഏക ശരീരമായ സഭയാക്കി തീർത്തിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലിക ഉപദേശം. ഇതാണ് അപ്പോസ്തലിക ഉപദേശം. രക്ഷിക്കപ്പെടുമ്പോൾ നീ ശരീരமான സഭയാക മാറ്റപ്പെടുവതില്ല. രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശരീരമാകുന്ന സഭയായി മാറ്റപ്പെടുന്നില്ല. നീ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നീ യേശുവെ ഏറ്റുകൊള്ളുகிறாർ. യോവാൻ 1-ാം അധികാരം 12-ാം വചനം. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യപ്രകാരം നിങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അവരുടെ നാമത്തിന്മേൽ വിശ്വാസമായി ഇരിക്കുന്ന എത്തന പേരുകളും ദേവനുടെ പിള്ളകളാകുമ്പടി അവനെ കൈക്കൊണ്ട് സഭയാകവില്ലേ. സഭയാക വേണ്ടുമാനാൽ നിപുണനാക മാറ്റപ്പെട വേണ്ടോ. നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നിങ്ങൾ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ സഭയായി തീരണമെങ്കിൽ നിങ്ങളൊരു ദൈവപുത്രനായി തീരണം. അഭിഷേകത്തിനാൽ നീ ദേവനുടെ പുത്രനാക മാറ്റപ്പെടുகிறாய். അഭിഷേകത്താൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനായി മാറുന്നു. റോമർ 8-ാം അധികാരം 15-ാം വചനം. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. അബ്ബാ പിതാവേ എന്ന് കൂപ്പിടുകിற പുത്ര സ്വീകാരത്തെ പെറുகிறீர்கள். അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുന്നു. പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിക്കുന്നത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നു. അപ്പോ അഭിഷേകത്തിനാല് മറ്റുംതാൻ ശരീരமான സഭയാക നീ മാറ്റപ്പെടുகிறതിന്റെ സത്യത്തെ വിളങ്ങിക്കൊള്ളുങ്ങൾ. അഭിഷേകത്താൽ മാത്രമാണ് സഭ ശരീരമാകുന്ന സഭയായി തീരുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ജ്ഞാനസ്നാനം എടുത്താൽ എന്നാ ആകുമെന്റെ ഒരു കേൾവിയും. അപ്പോൾ ജലസ്നാനം എടുത്താൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. ഗലാത്യർ 3-ാം അധികാരം 27-ാം വചനത്തെ വാസിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ജ്ഞാനസ്നാനം എടുത്തവർകൾ എത്തന പേരുകളും ക്രിസ്തുവെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം എടുത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വരണം. അഭിഷേകത്തിൽ ക്രിസ്തു ഉനക്കുള്ളേ വരുகிறது. ക്രിസ്തു നിങ്ങളിൽ വരണം. അഭിഷേകത്തിൽ കൂടിയാണ് ക്രിസ്തു നിങ്ങളിൽ വരുന്നത്. അതുതാണ് യോവാൻ 14-ാം അധികാരം 20-ാം വചനത്തിൽ വാസിക്കുന്ന സത്യം. അതാണ് യോഹന്നാൻ 14:20 വായിക്കുന്ന സത്യം. ഞാൻ എൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ ഉങ്ങളിലും ഇരുപ്പത് അന്നാളിൽ അറിവീர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അഭിഷേകം പെറാത്തവർകൾ ശരീരமான സഭയല്ല. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്തവർ ശരീരമാകുന്ന സഭയല്ല. ശരീരமான സഭയാക നീ മാറ്റപ്പെട വേണ്ടുമാനാൽ പരിശുദ്ധാവിயின் അഭിഷേകം
അന്യഭാഷ അടയാളത്തുടൻ നീ പെറ്റുകൊള്ള വേണ്ടും. ശരീരമാകുന്ന സഭയെ നിങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടു കൂടെ നിങ്ങൾ പ്രാപിക്കണം. இந்த சபையானது மிகவும் மிகவும் முக்கியமான ஒரு காரியம். ഈ സഭ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. சபை என்பது ஒரு கூட்டம் அல்ல. സഭ എന്നുള്ളത് ഒരു ജനക്കൂട്ടമല്ല. சபை என்பது தலைக்கேற்ற சரீரம். സഭ എന്നുള്ളത് തലയ്ക്ക് യോജിച്ചതായ ശരീരമാണ്. இயேசு கிறிஸ்து தலையாயிருக்கிறார். கொலோசியர் 1:18 வாசிக்கும் போது കൊലോസ്യർ 1:18 വായിക്കുമ്പോൾ യേശു ക്രിസ്തു തലയാകുന്നു. அவர் சரீரமான சபைக்கு தலையாயிருக்கிறார். അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. சரீரம் ஒன்று, ശരീരം ഒന്നാണ്, சபை ஒன்று. സഭയും ഒന്നേ ഉള്ളൂ. ரோமர் 12:6 என்ன வாசிக்கிறோம்? 5 റോമർ 12:5 മുതൽ നാം എന്താണ് വായിക്കുന്നത്? അനേകരാകിയ നാമും ക്രിസ്തുവുക്കുൾ ഒരേ ശരീരമായിരിக்கிறோம். അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. ഓരോരുത്തരുടെ അവയവങ്ങൾ പല പല അവയവങ്ങളുണ്ട്. തമ്മിൽ അവയവങ്ങളുമാകും, പല അവയവങ്ങളുണ്ട്. അന ശരീരം ഒன்று, എന്നാൽ ശരീരം ഒന്നേ ഉള്ളൂ. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. എനിക്ക് പല അവയവങ്ങളുണ്ട്, എനിക്ക് പല അവയവങ്ങളുണ്ട്. അന ശരീരം ഒன்று, എന്നാൽ ഒരു ശരീരമേ ഉള്ളൂ. அந்த ശരീരം താൻ ദേവനുடைய സഭ. ആ ശരീരമാണ് ദൈവസഭ. இந்த சபையை நான் கட்டுவேன். ഈ സഭയെ ഞാൻ പണിയും. இந்த சபைக்காக நான் வைராഗ്യമായി இருக்கிறேன். ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ തീഷ്ണതയോടെ എരിയുന്നു. யாரு நினைத்தாலும் என் சபையை அழிக்க முடியாது. ആര് വിചാരിച്ചാലും എന്റെ സഭയെ തകർക്കുവാൻ കഴിയില്ല. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. அப்ப நமது தேவாதி தேவனுக்கு வைராഗ്യം இருக்கிறது போல எனக்கும் உங்களுக்கும் வைராഗ്യം வேணுமா வேண்டாமா? അപ്പോൾ നമ്മുടെ ദൈവാദി ദൈവത്തിന് തീഷ്ണത ഉള്ളതുപോലെ എനിക്കും നിങ്ങൾക്കും തീഷ്ണത വേണമോ വേണ്ടയോ? ஒரு அல்லேலூயா சொல்லுங்க. அல்லேலூயா. ഹല്ലേലൂയ. அந்த வைராഗ്யத்தோட தான் நீ ആ തീഷ്ണതയോടുകൂടെ വേണം നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ. எழுப்பி போகணும். அந்த பக்தி வைராഗ്യം உன் சபையில் வெளிப்படுத்த வேண்டும். ആ തീഷ്ണത നിങ്ങളുടെ സഭയിൽ നിങ്ങൾ വെളിപ്പെടുത്തണം. ஏனோ தானோ என்று ஜீவிக்கிற ஜீவியம் அல்ல சபையின் ஜீவியம். ചുമ്മാ വഴുവഴുപ്പായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ദൈവസഭയിലെ ജീവിതം. ஒன்றில் நீ அனலாயிருக்க வேண்டும், யாவிட்டால் குளிராயிருக்க வேண்டும். ഒന്നുകിൽ നിങ്ങൾ ചൂടായിരിക്കണം അല്ലെങ്കിൽ തണുപ്പായിരിക്കണം. நீ வெதுவெதுப்பாய் இருந்தால் என் வாயிலிருந்து நான் உமிழ்ந்து போடுவேன். നീ ശീതോഷ്ണവാനായിരുന്നാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. அந்த காலத்தில் லெவோதோக்கிய சபைக்கு தேவன் தூது சொன்னார். ആ കാലത്ത് ലവോദിക്യ സഭയോട് ദൈവം അരുളിയ ദൂതാണ്. நீங்கள் எந்த நிலைமையில் காணப்படுகிறீர்கள்? നിങ്ങൾ ഏത് നിലവാരത്തിലാണ് കാണപ്പെടുന്നത്? தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. வெதுவெதுப்பான நிலவரத்தை விட்டு தள்ளுங்கள். നിങ്ങൾ ശീതോഷ്ണന്മാരായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ஆவியில் அனலாயிருங்கள். ആത്മാവിൽ എരിവുള്ളവരാകുവിൻ. ரோமர் 12:11-12 என்ன வாசிக்கிறோம்? റോമാലേഖനം 12-ന്റെ 11-12 എന്താണ് വായിക്കുന്നത്? அசதியாயிராமல் ஜாக்கிரதையாயிருங்கள். ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിപ്പിൻ. ஆவியில் அனலாயிருங்கள். ആത്മാവിൽ എരിവുള്ളവരായിരിപ്പിൻ. கர்த்தர்க்கென்று ஊழியம் செய்யுங்கள். കർത്താവിനെ സേവിപ്പിൻ. உபத்திரவத்தில் കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. உண்மையாயிருங்கள். ஜெபத்தில் പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. தரித்துக் கொள்ளுங்கள். எத்தனை பேர் ஆவியில் அனலாயிருக்க வாஞ்சிக்கிறீர்கள்? എത്ര പേർ ആത്മാവിൽ എരിവുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു? அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. அல்லேலூயா சொல்லும்போ பிசாசிന്റെ തലയിൽ നീ ഗുണ്ട് പോടും. നീ ഹല്ലേലൂയ പറയുമ്പോൾ പിശാചിന്റെ തലയിൽ ഒരു ബോംബിടുകയാണ്. பிசாசே, இத்தனை வருடம் நீ என்னை ஏமாற்றினாய். പിശാചി ഇത്ര വർഷം നീ എന്നെ ചതിക്കുകയായിരുന്നു. இனி நான் ஏமாற போகிறதில்ல. ഇനി ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല. ശരീരமான സഭയാക ഞാൻ വളര പോകുகிறேன். ശരീരമാകുന്ന സഭയായി ഞാൻ വളരുവാൻ പോകുന്നു. அதற்கென்று தேவன் எனக்கு ஒரு கன்வென்ஷனை தந்தார். അതിനായി ദൈവം എനിക്കൊരു കൺവെൻഷൻ തന്നിരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப ഈ സഭയ്ക്കാக അതുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു உலக தோற்றத்துக்கு முன்னமே ലോകസ്ഥാപനത്തിന് മുമ്പേ அவர் குறிக்கப்பட்டார். തന്നെ മുൻനിശ്ചയിച്ചു. குறிக்கப்பட்டது மட்டுமல்ல, മുൻനിശ്ചയിക്കപ്പെട്ട മാത്രമല്ല, உலக தோற்றம் முதல் அடிக்கப்பட்டார். ലോകസ്ഥാപനം മുതൽ തന്നെ തകർത്തു. 1 പേതുരു 1 20 വെളിപ്പെടുത്തൽ 13 8 വാസിக்கிறோം. 1 പത്രോസ് 1 20 വെളിപ്പാട് പുസ്തകം 13 8 വായിക്കുന്നു. കടേസി നാൾകളിൽ അവർ വെളിപ്പെട്ടാർ. അന്ത്യകാലത്ത് അവൻ വെളിപ്പെട്ടു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. அந்த உலக தோற்றத்துக்கு முன்னமே, ആ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ത്രിയേക ദൈവം, നമുക്ക് ഒരേ ഒരു ദേവൻ താൻ. നമുക്കൊരേ ഒരു ദൈവമേ ഉള്ളൂ. 3 ദൈവം, 3 ദൈവമില്ല.
ஒரே ஒரு தெய்வம், ഒരേ ഒരു ദൈവമേ ഉള്ളൂ. சிருஷ்டிப்புக்காக സൃഷ്ടിക്ക് വേണ്ടി அவர் திருத்துவ தேவனாக வெளிப்பட்டார். താൻ ത്രിയേക ദൈവമായിട്ട് വെളിപ്പെട്ടു. ஒரே ஒரு தேவன் தான், ഒരേ ഒരു ദൈവമേ ഉള്ളൂ. அதை நாம் நிரூபிக்கலாம். അത് നമുക്ക് സങ്കല്പിക്കാം. நான் உங்களுக்கு ஒரே ஒரு வசனத்தை தருகிறேன். അത് ഞാൻ ഒരേ ഒരു വാക്യം നിങ്ങൾക്ക് നൽകാം. உபாகமம் 6ஆம் அதிகாரம் 4ஆம் வசனத்தை வாசிக்கும் போது, ആവർത്തന പുസ്തകം 8:6-4 വായിക്കുമ്പോൾ, தேவனாகிய கர்த்தர் அவர் ஒருவரே. യഹോവ ഏകൻ തന്നെ. உங்களுக்கு விளங்கியாச்சா? നിങ്ങൾക്ക് മനസ്സിലായോ? தேவனாகிய கர்த்தர், தேவனாகிய யெகோவா அவர் ஒருவரே. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. அந்த தேவன் என்ற பதம், ദൈവം എന്നുള്ള ആ പദം அது பன்மையில் உள்ள பதம் தான், അത് ബഹുവചനത്തിലുള്ളതാണ്. அதற்கு ஒரிஜினல் எலோஹீம் என்று நாம் வாசிக்கிறோம். അതിന്റെ മാതൃഭാഷയിൽ എലോഹീം എന്നാണ് എഴുതിയിരിക്കുന്നത്. எலோஹீம் என்று சொன்னால் பல தெய்வங்கள், பலர் என்ற அர்த்தம், பலர் என்ற அர்த்தம். എലോഹീം എന്ന് പറയുമ്പോൾ പലർ എന്നാണ് അർത്ഥം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எலோஹீமாகிய யெகோவா அவர் ஒருவரே. എലോഹീം ആയ യഹോവ അവൻ ഒന്ന്, ഏകൻ തന്നെ. எலோஹீம் என்ற வார்த்தை பன்மையில் எழுதப்பட்டிருக்கு. എലോഹീം എന്നുള്ള പദം ബഹുവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. 1670 முறை எலோஹீம் எலோஹீம் என்று நாம் வேதத்தில் வாசிக்கிறோம். എലോഹീം എന്നുള്ള പദം 1670 പ്രാവശ്യം എലോഹീം എന്ന പദം കാണാം ബൈബിളിൽ. ஆதியாகமம் 1ஆம் அதிகாரத்தில் மட்டும் 33 முறை நாம் வாசிக்கிறோம். ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മാത്രം 33 പ്രാവശ്യം നാം വായിക്കുന്നു. ஆதியில் தேவன் வானத்தையும் பூமியையும் அந்த தேவன் என்பது எலோஹீம், அது பன்மையில் எழுதப்பட்ட. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവം എന്നുള്ളത് എലോഹീം എന്ന പദമാണ്. അത് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. அந்த அதிகாரம் மட்டும் 30 முறை எலோஹீம் 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 என்று நாம் பார்க்கின்றோம். ആ അധ്യായത്തിൽ മാത്രം 33 പ്രാവശ്യം എലോഹീം 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 എന്ന് നാം വായിക്കുന്നു. அதனால நமக்கு 3 தெய்வங்கள் അതുകൊണ്ട് നമുക്ക് 3 ദൈവങ്ങളൊന്നുമില്ല. இல்ல, ഒരേ ഒരു தெய்வம், ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ஆனா சிருஷ்டிப்புக்காக அவர் திருத்துவராக வெளிப்பட்டார். എന്നാൽ സൃഷ്ടിക്ക് വേണ്ടി അവൻ ത്രിത്വമുള്ളവനായിട്ട് വെളിപ്പെട്ടു. அப்ப உலக தோற்றம் ലോകസ്ഥാപനത്തിന് മുമ്പേ முன்னமே சரீரமான சபைக்காக ശരീരമായ സഭയ്ക്ക് വേണ്ടി அவர் குறிக்கப்பட்டார். താൻ മുൻനിശ്ചയിക്കപ്പെട്ടു. உலக தோற்றம் முதல் ലോകസ്ഥാപനം മുമ്പേ തകർക്കപ്പെട്ടു. அடிக்கப்பட்டார். கடைசி நாட்களில் வெளிப்பட்டார். അന്ത്യകാലത്ത് വെളിപ്പെട്ടു. அந்த உலக தோற்றத்துக்கு முன்னமே ആ ലോകസ്ഥാപനത്തിന് മുമ്പേ அவர் ஒரு கான்ஃபரன்ஸ் கூடினார்கள். അവരൊരു സമ്മേളനം, ഒരു കോൺഫറൻസ് നടത്തി. அதில் 2 வார்த்தைகள் நம் வேதத்தில் வாசிக்கிறோம். எபேசியர் 1ஆம் அதிகாரம் 12ஆம் வசனத்தை வாசிக்கும் போது, എഫേസ്യർ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കതിൽ 2 കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ஒன்றே ஒரு ஆலோசனை, ഒന്ന് ഒരു ആലോചന, இரண்டாமது തീരുമാനം. வாசிங்க, வாசி பர்களே. தமது சித்தத்தின் ஆலோசனைக்கு தக்கதாக எல்லாவற்றையும் நடப்பிக்கிற தீர்மானம். 2 வார்த்தை. അവിടെ 2 വാക്കുകളുണ്ട്. ആലോചനയുമുണ്ട്, നിർണയവുമുണ്ട്. ഒരു ആലോചന, തീരുമാനം. രഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം. ഇപ്പൊ നാം ഡിസ്കഷൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കരുതുക. വെച്ചുകൊള്ളുക. ഡിസ്കഷൻ പണി എന്ന വരും, ഒരു ഡിസിഷൻ ഉണ്ടാകും. നാം ഡിസ്കസ് ചെയ്തതിന് ശേഷം, കൂടി ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനമുണ്ടാകും. ഉലക തോറ്റத்துக்கு മുന്നമേ നമ്മ ദേവാദി ദേവൻ ഒരു ഡിസ്കഷൻ ചെയ്താർ. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ദൈവാദി ദൈവം ഒരു ചർച്ച നടത്തി. അതിലൊരു ഡിസിഷൻ ഉണ്ടായി, തീരുമാനമുണ്ടായി. അതിലൊരു നിർണയം, തീരുമാനമുണ്ടായി. ആ തീരുമാനം എന്താണ്? അതുதான் ആദിയാഗമം 1ആം അധികാരം 26ആം വസനം. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. நமது சாயலாகவும் நமது ரூபத்தின்படியும் மனுஷனை உண்டாக்குவோமாக. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. அப்போ அந்த தீர்மானம் நிறைவேற்றும்படியாக, ആ തീരുമാനം നിറവേറ്റേണ്ടതിനായി அங்கே ஒரு கேள்வி உண்டாயிற்று. അവിടെ ഒരു ചോദ്യമുണ്ടായി. യെശയ്യാ 6ആം അധികാരം 8ആം വസനത്തെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മത് കാര്യமாக யார் போவான்? നമ്മുടെ കാര്യവുമായിട്ട് ആരെയാണ് അയക്കേണ്ടത്? ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം. யாரும் நமது காரியமாக போவான்? அதற்கு நான் இதோ അടിയൻ ഇതാ, അടിയനെ അയക്കണമേ, എന്നെ അയക്കണമേ. ഇതാരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു രണ്ടാം ദേവൻ, ത്രിത്വത്തിൽ 2-ാം ദൈവം. അതിനാൽ താൻ അന്ത ദേവൻ അനുപ്പപ്പെട്ട ദേവൻ എന്ന് വേദത്തിൽ അതുകൊണ്ടാണ് അവനെ അയക്കപ്പെട്ടവൻ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത്.
நமது காரியமாக இந்த தீர்மானத்துக்காக யார் போவான்? ഈ തീരുമാനത്തിന് വേണ്ടി നമ്മുടെ കാര്യമായിട്ട് ആര് പോകും? ശരീരமான സഭയെ ഉരുവാക്കുംപടി யார் പോവാൻ? ശരീരമാകുന്ന സഭയെ ഒഴിവാക്കേണ്ടതിന് ആര് പോകും? ക്രിസ്തുവിൽ രണ്ടാം ദേവൻ சொன்னார், இதோ അടിയൻ അടിയനെ അനുപ്പും. ത്രിത്വത്തിൽ രണ്ടാം ദൈവം പറഞ്ഞു, ഇത് അടിയൻ അയക്കണമേ. അതിനാൽதான் യേശു അനുപ്പപ്പെട്ടവർ. അതുകൊണ്ടാണ് യേശു അയക്കപ്പെട്ടവനായത്. യെശയ്യാ 48 അധികാരം 16 വചനത്തിൻ കടേസിയിൽ യെശയ്യാ 48 16 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ, കർത്തരാകിയ ആണ്ടവരും അവരുടെ ആവിയും എന്നെ ഇപ്പോൾ യഹോവയെ കർത്താവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ യോഹന്നാൻ 20 അധികാരം 21 വചനത്തിൽ യോഹന്നാൻ 20:21 പ്രകാരം, എൻ പിതാ എന്നെ അനുപ്പിനതുപോലെ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അനുപ്പുகிறேன். ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ പിതാ എന്നെ അനുപ്പിനാർ. പിതാവ് എന്നെ അയച്ചു. ഞാൻ തർച്ചയിലാക വന്നവനല്ല. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. ഞാൻ അനുപ്പപ്പെട്ടവൻ. ഞാൻ അയക്കപ്പെട്ടവനാണ്. അതുക്കാக ദേവൻ എന്നെ കുറിത്താർ. അതിനുവേണ്ടി ദൈവം എന്നെ നിശ്ചയിച്ചു. അപ്പടി അനുപ്പപ്പെട്ടവർ. അങ്ങനെ അയക്കപ്പെട്ടവൻ. എപ്പടി അവരെ അനുപ്പിനാർ? എങ്ങനെയാണ് തന്നെ അയച്ചത്? അഭിഷേകം പണ്ണി അനുപ്പിനാർ. അഭിഷേകം ചെയ്ത് അയച്ചു. നീതിമൊഴികൾ 8 അധികാരം 23 വചനത്തെ വാസിക്കുമ്പോൾ, സദൃശ്യവാക്യങ്ങൾ 8:23 വായിക്കും, ഭൂമി ഉണ്ടാകും മുന്നും ആദി മുതൽ കൊണ്ടും അനാദിയായി ഞാൻ അഭിഷേകം പണ്ണപ്പെട്ടേൻ. ഞാൻ പുരാതനമായി ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അവർ അഭിഷേകം പണ്ണപ്പെട്ട ദേവൻ, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അതിനകത്ത് പരിശുദ്ധ പൗൽ ചൊല്ലും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, എഫേസ്യർ 1 അധികാരം 4 വചനത്തിൻപടി, എഫേസ്യർ 1:4 പ്രകാരം, അൻപിൽ പരിശുദ്ധമുള്ളവരും കുറ്റമില്ലാത്തവരുമായി ഇരുപ്പതർക്ക് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും ഉലകത്തോറ്റത്ത് നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നമേ ക്രിസ്തുവുക്കുൾ നമ്മെ അവനിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ഉലകത്തോറ്റത്ത് ഒരു ക്രിസ്തു ഉണ്ട്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് ഒരു ക്രിസ്തു ഉണ്ട്. ക്രിസ്തു എന്ന വാർത്തയുടെ അർത്ഥം അഭിഷക്തൻ. ക്രിസ്തു എന്ന പദത്തിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അപ്പൊ അവർ അഭിഷേകം പണ്ണപ്പെട്ടാർ. അപ്പോൾ താൻ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. അവർ ക്രിസ്തുവാക മാറ്റപ്പെട്ടാർ. താൻ ക്രിസ്തുവായി മാറി. ക്രിസ്തുവുക്കുൾ നമ്മെ തിരഞ്ഞെടുത്താർ. ക്രിസ്തുവിൽ അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു. ലോകത്തോറ്റത്തുക്ക് മുന്നേ എന്നെ തിരഞ്ഞെടുത്താർ. തവറ് ചിലര് വിഷയം അറിയാതെ പറയും, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അത് തെറ്റാ. നിന്നെയൊന്നും തെരഞ്ഞെടുത്തിട്ടില്ല. തെരഞ്ഞെടുക്കവില്ല. ചിലർ സാക്ഷി ചൊല്ലുവാങ്ക ഉലകത്തോറ്റത്തെ ദേവനെ തിരഞ്ഞെടുത്താൽ അതിനാൾക്കെല്ലാം ചണ്ട പോടണം. ചിലര് സാക്ഷി പറയാറുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു, അതുകൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. വേദത്തെ പാരുങ്ങൾ. ഉലകത്തോറ്റത്തിന് മുന്നമേ എന്നല്ല അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ എന്നെയല്ല അവനെയാണ് തിരഞ്ഞെടുത്തത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും പരിശുദ്ധമുള്ളവരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഇരുപ്പതർക്ക് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉലകത്തോറ്റത്തിന് മുന്നമേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. സഭയെ തിരഞ്ഞെടുത്താൽ, നമ്മെ എന്ന് പറയുമ്പോൾ എന്നെയല്ല, അത് സഭയെ തിരഞ്ഞെടുത്തു. സഭയെ തിരഞ്ഞെടുത്തു. ആ സഭയിൽ നാം കാണപ്പെടുന്നത് കൊണ്ട് നാം അങ്ങനെ പറയുന്നുണ്ട്. ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നീ എന്നെ കണ്ടീർ. ഞാൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ കണ്ടു. ഗർഭത്തിൽ ഇരുന്നതാ നമ്മെ ദേവൻ കണ്ടാർ. ഗർഭത്തിൽ നിന്നാണ് ദൈവം നമ്മെ കണ്ടത്. അപ്പൊ സഭയെ ദേവൻ കണ്ടാർ. എന്നാൽ സഭയെ ദൈവം കണ്ടിരുന്നു. അപ്പൊ സഭ എന്നത് ഒരു സാധാരണ സഭ എന്നുള്ളത് ഒരു സാധാരണ വിഷയമല്ല. അതിനാണ് എല്ലാ കൂട്ടത്തെയും പാർത്ത് സഭ 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 എന്ന് சொல்ல முடியாது. അതുകൊണ്ട് എല്ലാ കൂടിവരവുകളെ നോക്കിയിട്ട് സഭ എന്ന് പറയാൻ പറ്റില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. அந்த സഭയ്ക്കാக ദേവൻ വൈരാഗ്യമായി ഇരിக்கிறார். ആ സഭയ്ക്ക് വേണ്ടി ദൈവം തീക്ഷ്ണതയുള്ളവനാകുന്നു. അപ്പോൾ അവർ അതുക്കാக അഭിഷേകം പണ്ണപ്പെട്ടു. അപ്പോൾ താൻ അതിനു വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടു. അവർ ഭൂമിയിൽ വെളിപ്പെട്ടു. അവർ എന്നെ சொன்னார் 30 വയസ്സിൽ ജ്ഞാനസ്നാനം എടുത്താർ. താൻ 30 വയസ്സിൽ ജലസ്നാനം എടുത്തു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതുവരെ തന്റെ ജീവിതത്തെ അവൻ സൂക്ഷിച്ചു. എബ്രായർ 5 അധികാരം 7-8 വചനങ്ങളെ വാസിക്കുമ്പോൾ, ലേഖനം 5 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാംസത്തിലിരുന്ന നാൾക്കളിൽ ക്രിസ്തു തന്റെ അഹിയ ജീവകാലത്ത് മരണത്തിലിരുന്ന് തന്നെ മരണത്തിന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ബലത്ത സത്തത്തോടും കണ്ണീരോടും കുറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. വിണ്ണപ്പം പണ്ണിനാർ. യേശു
മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് இப்படியாக ബലത്ത സത്തത്തോടും കണ്ണീരോടും അവർ വിണ്ണപ്പം ചെയ്താർ. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ അപേക്ഷിച്ചു. இந்த இடத்திலும் கெத்செமனே தோட்டத்திலும் மட்டும்தான் இயேசு விண்ணப்பம் செய்தார். ഇവിടെയും ഗത്സമനയിലും മാത്രമാണ് യേശു പക്ഷപാതം ചെയ്തത്. விண்ணப்பம் என்பது எனக்காக நான் ஜெபிக்கிற ஜெபம் தான் விண்ணப்ப ஜெபம். അപേക്ഷ എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി തന്നെ കഴിക്കുന്ന പ്രാർത്ഥനയാണ്. ஆனா இயேசு அதிகமாக வேண்டுதல் ஜெபம் செய்தார். എന്നാൽ യേശു അധികമായിട്ട് പക്ഷപാത പ്രാർത്ഥനയാണ് നടത്തിയത്. அழிந்து போகிற மக்களுக்காக வேண்டுதல் ஜெபம் செய்தார் என்று യെശയ്യാ 53:12 വാസിക്കുന്നു. യെശയ്യാവ് 53:12 നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി താൻ പക്ഷപാതം ചെയ്തു എന്ന് കാണുന്നു. സഭയ്ക്കാக ஒன்றாக்கப்படும்படியாக விண்ணப்பம் செய்தார் என்று யோவான் 17:21 വാസിக்கிறோம். യോഹന്നാൻ 17:21 സഭ ഒന്നാക്കപ്പെടേണ്ടതിന് വേണ്ടി താൻ പക്ഷപാതം ചെയ്തു എന്ന് വായിക്കുന്നു. இப்போதும் பிதாவினுடைய വലതു പാർശ്വത്തിൽ അവർ വേണ്ടുതൽ ജപം ചെയ്യും. ഇപ്പോൾ പിതാവിന്റെ വലതു ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. இந்த சபைയുടെ പൂർണ്ണതയ്ക്കാக, ഈ സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനും നീങ്ങളും പൂർണ്ണരാകും. ഞാനും നിങ്ങളും പൂർണ്ണരാകേണ്ടതിന് പാപത്തിനാല് സാപത്തിനാല് പിശാചിനുടെ കണ്ണിയിലെ അകപ്പെട്ട് അഴിഞ്ഞു പോകാമെന്നുപടിയാക எனக்காக உங்களுக்காக இயேசு கிறிஸ்து പിതാവിനുടെ വലതു പാർശ്വത്തിൽ വേണ്ടുതൽ ജപം ചെയ്യുகிறாർ. പാപത്തിനാല് പിശാചിനാല് പിടിക്കപ്പെട്ടിട്ട് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എബ്രായർ 7:25 വാസിയുங்கள். എബ്രായ ലേഖനം 7:25 വായിക്കാം. മേലും തമത് മൂലമായി ദേവനിടത്തിൽ ചേർന്നുകൊള്ളും. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ വേണ്ടുതൽ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ. ദൈവത്തിനടുക്കൽ ചേരേണ്ടതിന് നമുക്കാക അവർ വേണ്ടുതൽ ജപം ചെയ്യുகிறாർ. ദൈവത്തിനടുക്കൽ ചേരേണ്ടതിന്, അതായത് സിയോനിൽ യെരൂശലേമിൽ നാം ദൈവത്തിനടുക്കൽ പോയി ചേരേണ്ടതിന് യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ സഭ എவ்வளவு മുഖ്യം എന്ന് പാരുക. അപ്പോൾ സഭ എത്ര പ്രധാനമെന്ന് നോക്കുക. എന്നാൽ എബ്രായർ 5:7 വാസിക്കും. എബ്രായ ലേഖനം 5-ാം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ മരണത്തിലിരുന്ന് വിടുവിക്കുന്നവരെ നോക്കി അവർ ബലത്ത സത്തത്തുടൻ കണ്ണൻ വിണ്ണപ്പം ജപം ചെയ്താർ. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പോ മരണത്തിലിരുന്ന് വിടുവിക്ക വല്ലവരെ നോക്കി, മരണ കൽവാരിയിൽ മരിക്ക വേണ്ട എന്റെ അർത്ഥം. മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവനോട് എന്ന് പറയുമ്പോൾ കാൽവരിൽ മരിക്കേണ്ട എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ കൽവാരിയിൽ മരിക്കുന്നതൊക്കെ അവർക്ക് വിരുപ്പമില്ലയാ? കൽവരി മരിക്കുവാൻ യേശുവിന് ഇഷ്ടമില്ലയോ? അവർ മരണത്തെ ഭയന്താരാ? തനിക്ക് മരണത്തെ ഭയമായിരുന്നുവോ? മരണത്തിലിരിക്ക വിടുവിക്ക വല്ലവരെ നോക്കി, മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനെ നോക്കി. അപ്പൊ അന്ത മരണം എന്ന മരണം. അപ്പോൾ ആ മരണം എന്ത് മരണമാണ്? യേശു തമ്മെ താമെ പഴുതറ്റ ബലിയാക ഒപ്പുകൊടുത്താർ. യേശു തന്നെത്താൻ ഒരു പൂർണ്ണയാഗമായിട്ട് അർപ്പിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർ മരിച്ചുതാൻ ആകും. താൻ മരിച്ചേ തീരൂ. അന്ത മരണത്തിക്ക് ഭയപ്പെടവില്ലേ? താൻ ആ മരണത്തെ അല്ല ഭയപ്പെട്ടത്. അപ്പൊ എന്ത മരണത്തിൽ? അപ്പോൾ എന്ത് മരണത്തെയാണ് ഭയപ്പെട്ടത്? ഭയപ്പെട്ടാൽ അത് പിന്മാറ്റ മരണം. അത് പിന്മാറ്റം എന്നുള്ളതായ മരണമാണ്. അത് എന്നാ പിന്മാറ്റം? അതെന്ത് പിന്മാറ്റമാണ്? അവർ പഴുതറ്റ ബലിയാക ഉലകത്തിൽ വെളിപ്പെട്ടാർ. താൻ കുറവുകളില്ലാത്ത യാഗമായിട്ടാണ് ഈ ലോകത്തിൽ വെളിപ്പെട്ടത്. അവർ എന്തവിധமான പഴുതും തന്നിൽ യാതൊരു ഊനവുമില്ല. അവർ ഭൂമിയിൽ വന്നപ്പോൾ, താൻ ഭൂമിയിൽ വന്നപ്പോൾ இந்த പിശാചാനവൻ അവനെ പഴുതുള്ളവനാക്കുമ്പടിക്ക് പ്രയാസപ്പെട്ടാൻ. പിശാച് തന്നെ കുറവുള്ളവനാക്കി തീർക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവ அந்த சின்ன இடையான സമയത്ത് பாருங்க, ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നോക്കുക. യേശുവിന്റെ ജീവിതത്തെ നാലാക യേശുവിന്റെ ജീവിതം നമുക്ക് നാലായിട്ട് വേർതിരിച്ച് ചിന്തിക്കാം. നാം ചിന്തിക്കാം. ഒന്ന് തന്റെ ശിശു ശൈശവം, കാലം, രണ്ടാമത് വാലിബ കാലം, രണ്ടാമത് ബാല്യം, മൂന്നാമത് ഊഴിയം ചെയ്യുന്ന കാലം, മൂന്നാമത് ശുശ്രൂഷ ചെയ്ത കാലം, നാലാമത് പാടുപെടുകിற കാലം, നാലാമത് കഷ്ടപ്പെടുന്ന കാലം. നാലാക പിരിച്ച് നാം ചിന്തിക്കാം. നാലായിട്ട് തിരിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോ അത് ചെറു പിള്ളை കാലം എന്ന് വെച്ച് കൊള്ളുക. തന്റെ ശൈശവകാലം എന്ന് നോക്കുക. പിശാചിന്റെ നോക്കമെന്ന്, പിശാചിന്റെ ഉദ്ദേശം എന്താണ്? ഇവനെ പഴുതുള്ള ബലിയാക മാറ്റ വേണ്ടും. ഇവനെ ഊനമുള്ള ഒരു യാഗമായിട്ട് തീർക്കണം. ഇവൻ എൻ തലയെ നസുക്കുവാൻ, ഇവൻ എന്റെ തല തകർക്കും. പഴുതുള്ള ബലിയാക മാറ്റപ്പെട്ടാൽ, ആ ഊനമുള്ള യാഗമായി തീർന്നാൽ എന്റെ തലയെ ഞാൻ പാതുകാക്കലാം. എന്റെ തലയെ എനിക്ക് സൂക്ഷിക്കാം.
அதுக்கு அந்த சிறு பிள்ளையின் காலத்துல അതുകൊണ്ട് ആ ബാല്യപ്രായത്തിൽ തന്നെ இந்த பிள்ளைகள் எல்லாம் விளையாடி கொண்டிருப்பாங்க. മറ്റു കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കും. இயேசுவுக்கு பிறகு மரியாள் 5 பேருக்கும் கூட ஜென்மத்தை യേശുവിന് ശേഷം മറിയയ്ക്ക് 5 മക്കൾ കൂടി ഉണ്ടായി. கொடுத்தார். 3 ஆணும் 2 பெண்ணும். 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. அந்த 5 பேரும் யோசேப்பின் பிள்ளைகள். ആ 5 പേര് യോസേഫിന്റെ മക്കളാണ്. യേശു യോസേപ്പിൻ യേശു യോസേഫിന്റെ മകനല്ല. മകനല്ല. ഇവിടെ 6 ഇവർ 6 പേരും കൂടെ കളിക്കുകയാണെന്ന് കരുതുക. മണ്ണിൽ വിளையாடி മണ്ണില് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി ദൈവത്തിന് മഹത്വം. ദേവനക്ക് മഹിമ. அந்த சின்ன பையனோ சின்ன பந்த அண்ணന്റെ തലയിൽ கொஞ்சம் മണ്ണ് പോട്ട് ആ ചെറിയ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ വന്നിട്ട് യേശുവിന്റെ തലയിൽ ചേട്ടന്റെ തലയിൽ കുറച്ച് മണ്ണ് വാരിയിട്ടെന്ന് കരുതുക. വെച്ചുകൊള്ളുക. പിള്ളകൾ വിளையாடும் போது அப்படி செய்யறதிല്ല. കുട്ടികൾ കളിക്കുമ്പോൾ അങ്ങനെ ചെയ്യും. தாயும் தகப்பனும் பார்த்து അപ്പനും അമ്മയും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. இருக்கும். அவரு கில்லாடி അണ്ണന്റെ തലയിൽ കുഴപ്പമില്ല, വിടുക്കനാ. മണ്ണ് വാരിയിട്ട് ഓടുறான். നോക്ക്, അവന്റെ തലയിൽ മണ്ണിട്ടിട്ട് ചേട്ടന്റെ തലയിട്ടിട്ട് ഓടുന്നു. അപ്പൊ യേശുവും കൂടെ അതേപോലെ അവരുടെ തലയിൽ മണ്ണ് വാരി. അപ്പോൾ യേശുവും അതുപോലെ തിരിച്ച് മറ്റുള്ളവരുടെ തലയിൽ മണ്ണ് വാരിയിട്ടാൽ அந்த பையங்கள் யாராவது தள்ளி போடுறாங்க. അപ്പോൾ ആരെങ്കിലും ഒരാൾ യേശുവിനെ തള്ളുന്നു നോക്കുക. യേശുവും അതേപോലെ തള്ളി പോട്ടാൽ യേശുവും തിരിച്ച് അതുപോലെ തള്ളിയാൽ യേശു ആരാக മാറി? യേശു ആരായി തീരും? പഴുതുള്ള ബലിயாக മാറിവിടും. ഊനമുള്ള യാഗമായി, കളങ്കമുള്ള യാഗമായി തീരും. യേശുവെ കുറിച്ച് என்ன വാസിக்கிறோம்? യേശുവിനെ കുറിച്ച് എന്താണ് വായിക്കുന്നത്? നീതിമൊഴികൾ 24 അധികാരം 29 വചനത്തെ വാസിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 24:29. നീതിമൊഴികൾ 24 സദൃശ്യവാക്യങ്ങൾ 24:29. അവൻ എന്നോട് ചെയ്തതുപോലെ, അവർ എനിക്ക് ചെയ്ത പ്രകാരം അവൻ എന്നോട് ചെയ്തതുപോലെ ഞാനും അവനുക്ക് ചെയ്വേൻ എന്ന് ഞാൻ അവനോട് ചെയ്യുമെന്നും അവൻ ചെയ്ത ചെയ്കയ്ക്ക് തക്ക ഞാനും അവനുക്ക് സരി കെട്ടുവേൻ എന്ന് അവന്റെ പ്രവൃത്തിക്ക് പകരം ഞാൻ കൊടുക്കുമെന്ന് നീ പറയരുത്. അവൻ മണ്ണ് വാരി പോട്ടാൻ ഞാനും വാരി പോട്ടെ. അവൻ മണ്ണ് വാരിയിട്ടതുകൊണ്ടാണ് ഞാനും വാരിയിട്ടത്. അവൻ എന്നെ തള്ളി പോട്ടാൻ ഞാനും തള്ളിപ്പോട്ടെ. അവൻ എന്നെ തള്ളിയത് കൊണ്ടാണ് ഞാനും തള്ളിയത്. അവൻ ചെയ്ത പ്രകാരം നീ ചെയ്വേൻ എന്ന് சொல்லாதே. അവൻ ചെയ്തതുപോലെ ഞാനും ചെയ്യുമെന്ന് നീ പറയരുത്. அந்த தேவ பிரமாணத்துக்கு യേശു 100% കീഴ്പടിந்தாർ. ആ ദൈവ പ്രമാണത്തിന് യേശു 100% കീഴ്പ്പെട്ടു. അപ്പോൾ യേശുവിന്റെ ജപം എന്ന്, അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥന എന്താണ്? മണ്ണ് വാരി പോടുമ്പോൾ, മണ്ണ് വാരിയിടുമ്പോൾ അവൾ വാരി പോടട്ടോ, எனக்கு கசப்பில்லை, வைராகியம் இல்லை, நான் செய்ய மாட்டேன். எனக்கு வைராகியம் இல்லை, நான் அவளை நேசிப்பேன் என தന്റെ அந்த பழற்ற ബലിയെ പാതുകാക്കുമ്പടിക്ക് യേശു വിണ്ണപ്പം ജപം ചെയ്താൽ. ആ മണ്ണ് വാരിയിടുമ്പോൾ, കർത്താവേ, എനിക്ക് അവളോട് വൈരാഗ്യമില്ല, അവനോട് ദേഷ്യമില്ല, എനിക്ക് അവനോട് സ്നേഹമേ ഉള്ളൂ, ഞാൻ അവനെ സ്നേഹിക്കും, അവൻ ചെയ്തതുപോലെ ഞാൻ ചെയ്യാനിടയാകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആ നിഷ്കളങ്കതയെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഊനമില്ലാത്ത യാഗമായി തീരുവാൻ. ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. அதான் இந்த பின்மாற்றமான மரணத்தில் இருந்து விடுவிக்க வல்லவரை நோக்கி ஆண்டவரே அவன் செய்தபடி நானும் செய்ய மாட்டேன் என்று യേശു அவர் கண்ணீரன் அவர் விண்ணப்பம் செய்தார். ഈ പിന്മാറ്റമാകുന്ന മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് കർത്താവേ, അവൻ ചെയ്തതുപോലെ ഞാൻ ചെയ്യുവാനിടയാകരുത് എന്ന് യേശു കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേപോലെ വാലിബ വയതിലും, അതുപോലെ യൗവനപ്രായത്തിലും, അതേപോലെ ഊഴിയം ചെയ്യുന്ന നാൾക്കളിലും, അതുപോലെ ശുശ്രൂഷ ചെയ്ത നാളുകളിലും, അതേപോലെ പാടുപെടുകിற നാൾക്കളിൽ, അതുപോലെ കഷ്ടം അനുഭവിച്ച നാളുകളിലും, ഗത്സമന തോട്ടത്തിലിരുന്ന് യേശുവിന്റെ ഗോൽഗോഥ മല വരയ്ക്കുമുള്ളതാണ് അതായത് യേശുവിന്റെ ഗോൽഗോഥ മലയിലുള്ള ആ സംഭവം വരെയുള്ള പാടുപെടുന്ന അനുഭവം. അവർ വായ് തുറക്കാത്ത ആട്ടുകുട്ടിയെ പോലെ കാണപ്പെട്ടാർ. താൻ വായ് തുറക്കാത്ത കുഞ്ഞാടിനെ പോലെ കാണപ്പെട്ടു. എതുക്കാക വായ് തുറക്കവില്ല? എന്തുകൊണ്ട് താൻ വാ തുറന്നില്ല? അവർ ഞാൻ പതിൽക്ക് പതിൽ ചെയ്യവില്ല? എന്തുകൊണ്ടാണ് താൻ പകരത്തിന് പകരം ചെയ്യാഞ്ഞത്? മരണത്തിൽ നിന്ന് വിടുവിക്ക വല്ലവരെ നോക്കി ഏൻ വിണ്ണപ്പം ചെയ്തു? മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളവനെ നോക്കി എന്തിനാണ് അപേക്ഷിച്ചത്? இந்த சரீரமான சபையை உருவாக்க வேண்டும். ഈ ശരീരമാകുന്ന സഭയെ ഉരുവാക്കണം. യെരുശലേമെ സിയോനെ ഉരുവാക്ക வேண்டும். യെരുശലേമിനെ സിയോനെ ഉരുവാക്കണം. அதுக்கு தேவன் கடும் வைராഗ്യമുള്ളവരായിരിக்கிறார். അതിന് ദൈവം മഹാതീക്ഷ്ണതയുള്ളവനാകുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. വിധமாக പ്രകാരമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശരീരമാകുന്ന സഭ ഭൂമിയിൽ ഉരുവായി. നാമും ആ അഭിഷേകത്തെ പ്രാപിച്ചാണ് ദൈവസഭയിൽ
സഭയിലായി തീർന്നത്. അഭിഷേകം പെற വേണ്ടുമാനാൽ என்ன செய்ய வேண்டும்? അഭിഷേകം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 38-ാം വചനത്തെ വാസിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ அப்பொழுது பேதுரு அவர்களை நோக்கி, അപ്പോൾ പത്രോസ് അവരോട്, நீங்கள் மனம் திரும்பி இயேசுவின் நாமத்தில் ஞானஸ்நானம் எடுங்கள். നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. அப்பொழுது பரிசுத்த ஆவியின் வரத்தை பெறுவீர்கள். അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. பரிசுத்த ஆவியை பெற வேண்டுமானால் പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ முதலாவது நீங்கள் மனம் திரும்ப வேண்டும். ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. രണ്ടാമത് പിതാ കുമാരൻ പരിശുദ്ധാവിൻ നാമത്തിൽ തണ്ണീരിൽ മുഴുക്ക് ജ്ഞാനസ്നാനം എടുക്കുക. രണ്ടാമത് പിതാപിത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ മുഴുകൽ ജലസ്നാനം സ്വീകരിക്കണം. അപ്പോൾ പരിശുദ്ധാവിயின் അഭിഷേകത്തെ പെറുവീർ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കും. யாராவது രക്ഷിക്കപ്പെടാமல் ദേവനുടെ വാർത്തയെ കേൾപ്പീர்களானால், ഇവിടെ ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ദൈവത്തിന്റെ തിരുവചനങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവെ ഉன்னுடைய കർത്തരാகவும் രക്ഷകരാகவும் ഏറ്റുകൊള്ളുങ്ങൾ. മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവായും രക്ഷകനായും അംഗീകരിച്ച് സ്വീകരിച്ചു കൊള്ളുക. യെശയ്യാ 45:22 എന്നെ വാസിக்கிறோം. യെശയ്യാവ് 45:22 എന്താണ് വായിക്കുന്നത്? ഭൂമിയിൽ എല്ലെങ്കുമുള്ളവരെ എന്നെ നോക്കി പാരുങ്ങൾ, അപ്പോഴത് രക്ഷിക്കപ്പെടുവീர்கள். ഞാനേ ദേവൻ, വേറെ ഒരുവനുമില്ല. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷിക്കപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. വാനത്തുക്ക് കീഴെ ഭൂമിക്ക് മേലെ കൊടുക്കപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ നാമം. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മേൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. അവർ സൃഷ്ടിക്കപ്പെടാത്ത ദേവൻ, താൻ സൃഷ്ടിക്കപ്പെടാത്ത ദൈവമാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർ അനാദി ദേവൻ, താൻ അനാദി ദൈവമാണ്. അവർ നിത്യ ദേവൻ, താൻ നിത്യ ദൈവമാണ്. അവർ താൻ സമാധാന പ്രഭുവാണ്. പ്രഭു, അവർ മാറ്റമില്ലാത്ത ദേവൻ, താൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവർ മനുഷ്യാവതാരമെടുത്ത് യേശു എന്റെ നാമത്തിൽ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത് യേശു എന്ന നാമത്തിൽ ഭൂമിയിൽ അവതരിച്ചു, വെളിപ്പെട്ടാർ. യേശുവിന്റെ പേരിനുടെ അർത്ഥം മത്തേയു 1-ാം അധികാരം 21-ാം വചനത്തിൻപടി, യേശു എന്ന പദത്തിന്റെ അർത്ഥം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യപ്രകാരം, അവരെ പാപത്തിലിരുന്ന് വിടുവിക്ക് അവർക്ക് യേശുവൻ, അവൻ അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് അവന് യേശു എന്ന് പേരിടണം. പേരിടുവായാക. முதலாவது യേശു ദൈവം എന്ന് ഏറ്റുകൊള്ളുങ്ങൾ. ഒന്നാമത് യേശു ദൈവമാണ് എന്ന് അംഗീകരിച്ചു കൊള്ളുക. അവർ മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വെളിപ്പെട്ടാർ. താൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ അവതരിച്ചു. அந்த യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കാக സിലുവയിൽ മരിത്താർ. ആ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. 3-ാം നാളിൽ ഉയർത്തെഴുந்தார். 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത് ഭൂമിയിൽ എല്ലെങ്കുമുള്ളവരെ എന്നെ നോക്കി പാരുങ്ങൾ. സർവഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിയുവിൻ. என்னுடைய സിലുവയിൻ മരണത്തെ നോക്കി പാരുങ്ങൾ. എന്റെ ക്രൂശ് മരണത്തെ നിങ്ങൾ ഉറ്റുനോക്കുവിൻ. ഞാൻ സിലുവയിൽ സിന്ദിന രക്തത്തെ നോക്കി പാരുങ്ങൾ. ഞാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ നിങ്ങൾ ഉറ്റുനോക്കുവിൻ. ഉനക്കാക സിലുവയിൽ മരിച്ച മരണത്തെ നോക്കി പാരുങ്ങൾ. നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതായ മരണത്തെ നിങ്ങൾ ഉറ്റുനോക്കുവിൻ. ഞാൻ എല്ലോർക്കുമാക அந்த മരണത്തെ രുചി പാർത്തേൻ. ഞാൻ സകലർക്കും വേണ്ടി ആ മരണത്തെ രുചിച്ചു. എന്നെ നോക്കി പാർക്കുമ്പോൾ, എന്നെ ഉറ്റുനോക്കുമ്പോൾ, എന്നിടത്തിൽ പാപാരിക്ക ചെയ്യുമ്പോൾ, എന്നോട് പാപമേറ്റു പറയുമ്പോൾ, ഉന്നയുടെ പാപങ്ങളെ ഞാൻ മന്നിപ്പേൻ. എന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും. എന്ത മനുഷ്യനും പാപങ്ങളെ മന്നിക്ക അധികാരമില്ല. ഒരു മനുഷ്യനും പാപം മോചിക്കുവാൻ അധികാരമില്ല. പാപങ്ങളെ മന്നിക്ക അധികാരം പറ്റവർ യേശു ക്രിസ്തു മറ്റുംതാൻ. പാപത്തെ മോചിക്കുവാൻ അധികാരം പ്രാപിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും നീക്കി ഉന്നെ ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. എനിക്കുൾ പാപമില്ല என்போமானால் ഉന്നെ നീയെ വഞ്ചിക്கிறாய். എന്നിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നീ നിന്നെ തന്നെ വഞ്ചിക്കുന്നു. ഉன்னுடைய പാപങ്ങളെ അറിക്കയിട്ടാൽ, നിന്റെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, ഉன்னுடைய പാപങ്ങളെ മന്നിക്ക ഞാൻ നീതിയും ഉള്ള ദേവനായി, നിന്റെ പാപങ്ങൾ മോചിക്കുവാൻ തക്കവണ്ണം ഞാൻ നീതിമാനും വിശ്വസ്തനുമാകുന്നു. രക്ഷിക്കപ്പെടാതെ, പാപമന്നിപ്പ് പെറാമൽ, പാപമോചനം പ്രാപിക്കാതെ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാതെ, அந்த சுத்திகரிப்பை பெறாமல், ആ ശുദ്ധീകരണം പ്രാപിക്കാതെ யாராவதும் இங்க வந்திருப்பீர்களானால், ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, தேவன் சொல்லுகிறார் என்னை ஏற்றுக்கொள். ദൈവം പറയുകയാണ് എന്നെ ഏറ്റുകൊള്ളുക. உன்னுடைய பாவத்தை அறிக்கை செய்து விட்டுவிடு. നിന്റെ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. அப்படி நீ மனம் திரும்ப. അപ്രകാരം നീ മാനസാന്തരപ്പെടുക. இனி மனம் திரும்பிகளோட நான் பேசுகிறேன்.
മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ மனம் திரும்பியாச்சு, നിങ്ങൾ മാനസാന്തരപ്പെട്ടു, வருஷங்களெல்லாம் சொல்லுவீங்க, എത്ര വർഷമായെന്നൊക്കെ കണക്ക് പറയും. பாஸ்டர் மனம் திரும்பி പാസ്റ്റർ, ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ஆச்சு பாஸ்டர். ദൈവത്തിന് മഹത്വം. தேவனுக்கு மகிமை. அனுபவம் இல்லாதது അനുഭവമില്ലാത്തത് വെറും വികാരമാണ്. எழுச்சிதான். நீ மனம் திரும்பினால் அனுபவம் தேவை. നീ മാനസാന്തരപ്പെട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകണം. நீ ஞானஸ்நானம் எடுத்தால் அனுபவம் தேவை. നീ ജലസ്നാനം എടുത്താൽ അനുഭവം ഉണ്ടാകണം. நீ ஆவியில் நிரம்பினால் அனுபவம் தேவை. ആത്മാവിൽ നിറഞ്ഞാൽ ഒരു അനുഭവം ഉണ്ടാകണം. நீ எது செய்தாலும் அனுபவம் தேவை. എന്ത് ചെയ്താലും ഒരു അനുഭവം ഉണ്ടാകണം. இதா, இப்ப நான் தண்ணி குடிக்கிறேன், ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നു, എനിക്ക് എന്താണ് അനുഭവം? என்ன அனுபவம்? அதுக்கு ஒரு அனுபவம் தேவை. എന്താണ് അനുഭവം? என்ன அனுபவம்? നിങ്ങളാരും വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. நான் தண்ணி குடிச்சால் எனக்கு என்ன அனுபவம்? ഞാൻ വെള്ളം കുടിച്ചാൽ എന്താണ് എൻ്റെ അനുഭവം? எந்த தாகம் மாறிவிடும். എൻ്റെ ദാഹം മാറും. சாப்பிட்டால் என்ன ഭക്ഷിച്ചാൽ എന്താണ് അനുഭവം? அனுபவம்? எந்த பசி மாறிவிடும். എൻ്റെ വിശപ്പ് മാറും. தண்ணீரில் குளித்தால் என்ன அனுபவம்? വെള്ളത്തിൽ കുളിച്ചാൽ എന്താണ് അനുഭവം? என்னோட வேர்வு എൻ്റെ വിയർപ്പ് നാറ്റം മാറും. நாற்றங்கள் மாறிவிடும். செருப்பு போட்டு நடந்தால் என்ன அனுபவம்? ചെരുപ്പിട്ട് നടന്നാൽ എന്താണ് അനുഭവം? கல்லும் முள்ளும் காலுக்கு குத்தாது. കല്ലും മുള്ളും ഒന്നും കാലെ കൊള്ളില്ല. இதெல்லாம் அனுபவங்கள். ഇതെല്ലാം അനുഭവങ്ങളാണ്. இதேபோல ரட்சிக்கப்பட்டவனுக்கு அனுபவம் தேவை. ഇതുപോലെ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അനുഭവം വേണം. நீ ரட்சிக்கப்பட்டாய் என்று சொல்லுகிறாய். നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. இதா தேவாதி தேவன் கடும் வைராக்கியமாக உனக்கு முன்னாக நின்று கொண்டிருக்கிறார். ഇതാ ദൈവാദി ദൈവം മഹാതീഷ്ണതയോടെ നിന്റെ മുമ്പാകെ നിൽക്കുന്നു. நீ ரட்சிக்கப்பட்டாயா? നീ രക്ഷിക്കപ്പെട്ടുവോ? நீ ஞானஸ்நானம் எடுத்தாயா? നീ ജലസ്നാനം എടുത്തുവോ? நீ அபிஷேகம் பெற்றாயா? നീ അഭിഷേകം പ്രാപിച്ചുവോ? அனுபவம் என்ன? അനുഭവം എന്താണ്? அப்ப ரட்சிக்கப்பட்டால் என்ன அனுபவம்? രക്ഷിക്കപ്പെട്ടാൽ എന്താണ് അനുഭവം? முதலாவது பாப உணர்வு உண்டாகணும். ഒന്നാമത് പാപബോധമുണ്ടാകണം. இரண்டாவது மனஸ்தாபம் உண்டாகணும். രണ്ടാമത് അനുതാപം ഉണ്ടാകണം. மூன்றாவது அறிக்கையிட வேண்டும். മൂന്നാമത് ഏറ്റുപറയണം. நாலாவது திருப்பி கொடுக்க வேண்டும். നാലാമത് മടക്കി കൊടുക്കണം. ஐந்தாவது உப்புரவாக வேண்டும். അഞ്ചാമത് നിരപ്പ് പ്രാപിക്കണം. இன்றைக்கு ஒரு தவறு ഒരു തെറ്റ് ചെയ്താൽ பாப உணர்வு உண்டா? നിനക്ക് പാപബോധം ഉണ്ടോ? மொபைல் ഫോൺ എടുക്കാതെന്ന് ചൊല്ലി എടുക്കறான். உனக்கு பாப വീഡിയോ എടുക്കരുതെന്ന് പറയും, നിങ്ങൾ എടുക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് അതിന് പാപബോധം ഉണ്ടോ? உனக்கு உணர்வு உண்டா இல்லையா? അതിന് പാപബോധം ഉണ്ടാകുന്നോ ഇല്ലയോ? ஐயோ எடுக்க பண்ணணும். അയ്യോ, ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് എടുത്തല്ലോ എന്നോർത്ത് എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടായി, നീ അത് ഡിലീറ്റ് ചെയ്യണം. பெரிய பாஸ்டர் சொல்றாரு, ഈ പാസ്റ്ററാണല്ലോ പറയുന്നത്. அதுக்கு நான் கீழ்ப்படிய வேண்டுமே. അത് ഞാൻ അനുസരിക്കണമല്ലോ. ரோமாபுரியில விசுவாசிகள் கீழ்ப்படி റോമ നഗരത്തിലെ വിശ്വാസികൾ അനുസരിച്ചു. அப்ப சென்னையில் உள்ள வாசிகள் கீழ்ப்படிய வேண்டாமா? അപ്പോൾ ചെന്നൈയിലുള്ള വിശ്വാസികൾ അനുസരിക്കേണ്ടയോ? அந்த பாப உணர்வு உனக்கு மரணம் வரைக்கும் தேவை. ആ പാപബോധം നിനക്ക് മരണം വരെയും ആവശ്യമാണ്. அப்ப உன்னோட வாழ்க்கையில் சின்ன சின்ன பிரச்சனைகள் வந்தாலும், അപ്പോൾ നിന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും உடனே நீ உணர்த்தப்பட்ட அறிக்கை ഉടനെ നിങ്ങൾ ഉണർത്തപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. உடனே நீ திருப்பி ഉടനെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം. ചിലപ്പോ திருப்பி கொடுக்க உனக்கு ஒன்றுமே இல்ல, നിനക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ലേ. ஆனால் அந்த பிரச்சனை உண்டான விஷயத்தை நீ விளக்கமாக பேசி ആ പ്രശ്നമുണ്ടായതായ വിഷയത്തെ നീ വളരെ വ്യക്തമായി പറഞ്ഞ് നീ നിരപ്പ് പ്രാപിക്കണം. உப்புரவாகணும். மன்னிச்சிடுங்க மன்னிச்சுங்கன்னு சொன்னா போதாது. വെറുതെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ പോരാ. ചിലർ அப்படிதான் மன்னிச்சு, ചിലരങ്ങനെ പറയും, ഒന്ന് ക്ഷമിച്ചാട്ടെ. എന്താണ് അതിന്റെ ഉപയോഗം? மன்னிச்சேன் അല്ലെങ്കിൽ மன்னிச்சிடுங்க சொன்னதுக்கு பிற்பாடு ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം உன்னோட வாழ்க்கையில் அந்த விஷயம் உருவாக கூடாது. யோனா 8 அதிகாரம் 10 നിന്റെ ജീവിതത്തിൽ ആ ഒരു വിഷയം പിന്നെ വരരുത്. യോന 3:10. அவர்கள் மனம் திரும்பினார்கள் என்று அவருடைய கிரியைகளை பார்த்து தேவன் அழிவேன் என்ற விஷயத்தில் അവർ മനസ്താപപ്പെട്ടാർ. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളെ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. പാപ ഉണർവ് എല്ലാവരും കേളുങ്ക, ഊഴിയர்களும் കേളുങ്ക. പാപ ഉണർവ് മരണം വരയ്ക്കും നീ പാതുകാത്ത് ഒരു നാളും നീ പാപ ഉണർവിൽ കാണപ്പെട വേണ്ടും. എല്ലാവരും കേൾക്കുക, ശുശ്രൂഷകർ കേൾക്കുക. ആ പാപബോധം എന്നുള്ളത് നിങ്ങൾ മരണം വരെയും കാത്തു സൂക്ഷിച്ച് ഓരോ നാളും ആ കുറ്റബോധ ഉള്ളവരായി കാണപ്പെടണം. അപ്പോൾ ഒരു ചിന്ന തവറ്, ഒരു ചെറിയ തെറ്റ് ചെയ്താലും ദാവീദിന്റെ മനസാക്ഷിയിൽ കുത്തുണ്ട്. ദാവീദിന്റെ മനസാക്ഷിയിൽ കുത്തുകൊണ്ടതുപോലെ ഉന്റെ മനസാക്ഷി കുത്ത തുടങ്ങും. നിന്റെ മനസാക്ഷി കുത്തുവാൻ തുടങ്ങും. ദൈവത്തിന് മഹത്വം. ദേവനുക്ക് മഹിമ. அந்த അനുഭവം, ആ അനുഭവം ഉണ്ടോ ഇല്ലയോ? ഇതാ ദേവൻ വൈരാഗ്യത്തിൽ ഇരിക്കുകയാണ്. ദൈവം മഹാതീഷ്ണതയുള്ളവനാകുന്നു. നീ എന്ത്
எந்த நிலைமையில் നീ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? காணப்படுகிறாய்? பாப உணர்வு உனக்கு உண்டா? പാപബോധം നിനക്കുണ്ടോ? நீ அந்த பாவத்தை നീ ആ പാപം ചെയ്തുവല്ലോ. செய்தாயே, ഉണർത്തപ്പെട്ട് മനസ്താപപ്പെട്ട് അനുദപിച്ച് அறிக்கையிட்டாயா? ഏറ്റുപറഞ്ഞുവോ? നിരപ്പ് പ്രാപിച്ചുവോ? பிரவானாயா? திருப்பி கொடுத்தாயா? മടക്കി കൊടുത്തുവോ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவன் தமது சபைக்காக கட்டும் வைராக்கியத்தில் காணப்படுகிறார். ദൈവം തന്റെ സഭയ്ക്കായി മഹാതീഷ്ണതയുള്ളവനായി കാണപ്പെടുന്നു. தேவஜனமே, நாம் கீழ்ப்படிவோமாக. ദൈവജനമേ, നമ്മൾ അനുസരിക്കാം. நான் மனம் திரும்பினேன் என்று சொல்வதல்ல, ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതല്ല. நான் மனம் திரும்பி விட்ட பாவத்தை நான் இன்னுം செய்யாமல் பாவமில்லாத ஒரு ஜீவியம் நான் செய்கிறேன். പാപം ഇല്ലാത്തൊരു ജീവിതം ചെയ്യേണ്ടതിന് ഞാൻ ഒരിക്കൽ അനുഭവിച്ച മാനസാന്തരപ്പെട്ട വിഷയത്തെ എല്ലാം പൂർണ്ണ ഉപേക്ഷിച്ച് ഞാൻ ജീവിക്കുന്നു. இந்த 5 അനുഭവത്തെ നീ പാതുകാത്താൽ, ഈ അനുഭവത്തെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ, പാപ ഉണർവ്, പാപബോധം, അനുതാപം, മനസ്താപം, ഏറ്റുപറച്ചിൽ, അറിക്കയിടുതൽ, മടക്കി കൊടുക്കൽ, തിരുപ്പി കൊടുക്കൽ, നിരപ്പ് പ്രാപിക്കൽ, ഉപ്രവാഹം. 6ാമത് അനുഭവം ദേവൻ ആറാമത്തെ അനുഭവം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. ദേവൻ ഉന്നെ നീതീകരിപ്പാർ. ദൈവം നിന്നെ നീതീകരിക്കും. 1 കൊരിന്ത്യർ 6ാം അധികാരം 16ാം വചനത്തെ വാസിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 6:16 വായിക്കുമ്പോൾ, 6:11 വായിക്കുമ്പോൾ, நீங்களும் இப்படிப்பட்டவர்களாய் இருந்தீர்கள், ஆகிலும் இயேசுவின் நாமத்தினாலும் அவருடைய ஆவியினாலும் கழுவப்பட்டீர்கள், பரிசுத்தமாக்கப்பட்டீர்கள், നീതിമാൻകളുമാക്കപ്പെട്ടീர்கள். നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദേവൻ ഉന്നെ നീതീകരിച്ചാൽ, ദൈവം നിന്നെ നീതീകരിച്ചാൽ, ഉന്നെ നീതിമാനാക മാറ്റിനാൽ, നിന്നെ നീതിമാനാക്കി തീർത്താൽ, ഉന്നുടെ வாழ்க்கையில் எந்த பாவமும் இருக்கலாகாது. നിന്റെ ജീവിതത്തിൽ ഒരു പാപവും കാണപ്പെടുകയില്ല. കാരണം മനസാക്ഷി ഇടം കൊടുക്ക മാട്ടാ. കാരണം നിന്റെ മനസാക്ഷി അതിന് ഇടം കൊടുക്കുകയില്ല. 4 4 എത്രയാണ്? 4 4 എത്രയാണ്? 8 ആണ്. 8. 4 4 8. 4 4 8 തന്നെ. ഈ 4 4 7 എന്ന് എഴുതുവീங்களா? നിങ്ങൾ 4 4 7 എഴുതുമോ? എഴുതുന്നവങ്ങൾ എല്ലാവരും അല്ലേലിയ சொல்லுங்க. 4 4 എഴുതുന്നവരെല്ലാവരും അല്ലേലിയ പറഞ്ഞാട്ടെ. എങ്ങട്ട കേട്ടാ 7 എന്ന് சொல்லுவேன். 4 4 എത്രയാണ് ചോദിച്ചാൽ 7 എന്ന് ഞാൻ പറയും. ആരുമില്ലേ? അപ്പൊ 4 4 അപ്പൊ 4 4 8 തന്നെ എഴുതും. 8 എന്ന് എഴുതും. കാരണം ഉന്റെ മനസാക്ഷി ഇടം കൊടുക്കാതെ, കാരണം നിന്റെ മനസാക്ഷി അതിന് അനുവദിക്കുകയില്ല. ഉന്റെ മനസാക്ഷി ഉന്നോട് പേസും. 4 4 എത്തന 7 4 4 7 ആണോ എന്ന് നിന്റെ മനസാക്ഷി എന്നോട് ചോദിക്കും. എന്നോട് കേൾക്കും. ആനപടിയിനാൽ കുറ്റമറ്റ മനസാക്ഷിയെ നീ കാത്തുകൊള്ള വേണ്ടും. അതുകൊണ്ട് കുറ്റമില്ലാത്ത മനസാക്ഷിയെ നീ കാത്തു സൂക്ഷിക്കണം. അപ്പൊ നീതീകരിക്കപ്പെട്ടായി. അപ്പോൾ നീതീകരിക്കപ്പെട്ടു. 7ാമത് പരിശുദ്ധമാക്കപ്പെടുതൽ. 7ാമത് വിശുദ്ധീകരണം. இந்த ஜீவியத்தை பாதுகாக்கும்படியாக நீ வேர்பெட்டு ഈ ജീവിതത്തെ കാത്തു സൂക്ഷിക്കേണ്ടതിനായിട്ട് നീ ഒരു വേർപാട് ജീവിതം നയിക്കണം. പരിശുദ്ധം എന്ന വാർത്തയിൻ അർത്ഥം, വിശുദ്ധി എന്ന പദത്തിന്റെ അർത്ഥം വേർപെട്ട് ജീവിക്കുക. വിവിധമായ അനുഭവങ്ങൾ ഇരുന്നാൽ നീ രക്ഷിക്കപ്പെട്ടെന്ന് சொல்ல முடியும். ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. വിവിധമായ വിഷയത്തിൽ നീ പരിശുദ്ധமாக ജീവിക്കുம்படியாக, ஒழுங்காக ജീവിക്കുம்படியாக தேவன் கட்டும் വൈരാഗ്യമുള്ളവരാക ഇതോ നമ്മുടെ മധ്യേ ഉലാവുകിന്റാർ. ഇങ്ങനെയുള്ള വിഷയത്തിൽ നീ നീതീകരിക്കപ്പെട്ടവനായി വിശുദ്ധനായി ജീവിക്കേണ്ടതിനായി ദൈവ മഹാതീഷ്ണതയുള്ളവനായി നമ്മുടെ മധ്യേ ഇതാ ഉലാവിക്കൊണ്ടിരിക്കുന്നു. മനം തിരുമ്പിനവർ ജ്ഞാനസ്നാനം എടുക്ക വേണ്ടും. മാനസാന്തരപ്പെട്ടവർ ജലസ്നാനം സ്വീകരിക്കണം. രക്ഷിക്കപ്പെട്ടവർ ജ്ഞാനസ്നാനം പെറ്റുകൊള്ളുക. രക്ഷിക്കപ്പെട്ടവർ ജലസ്നാനം എടുത്തുകൊള്ളുക. അവർ അഭിഷേകത്തെ പെറ്റുകൊള്ള വേണ്ടും. അവർ അഭിഷേകം പ്രാപിക്കണം. ദൈവത്തിന്റെ മഹത്വം, ദേവനുക്ക് മഹിമ. അഭിഷേകം പെറുമ്പോൾ ശരീരமான സഭയാക നീ മാറ്റപ്പെടും. അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് നിങ്ങൾ ശരീരമായ സഭയായി തീരുന്നത്. അതിற்கு പിറകെ അപ്പോസ്തോലിക ഐക്യത്തിൽ ഐക്യപ്പെട്ട്, അതിനുശേഷം അപ്പോസ്തോലിക കൂട്ടായ്മയോട് ഐക്യപ്പെട്ട് അപ്പോസ്തോലിക ഉപദേശത്തിൻപടി നീ ഒപ്പുകൊടുക്ക വേണം. അപ്പോസ്തോലിക ഉപദേശപ്രകാരം ജീവിക്കുവാൻ വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കണം. ഇത് അപ്പോസ്തല നടപടികൾ 2ാം അധികാരം 40ാം അപ്പോസ്തല പ്രവൃത്തി 2ാം അധ്യായം 40ാം വാക്യത്തിലും 1 യോഹന്നാൻ 1ാം അധികാരം 3ാം വചനത്തെ വാസിക്കുമ്പോൾ 1 യോഹന്നാൻ 1ാം അധ്യായത്തിന്റെ 3ാം വാക്യം വായിക്കുമ്പോഴും നിങ്ങൾ ഞങ്ങളോട് ഐക്യമുള്ളവர்களாயிருக்கும்படி நாங்கள் കണ്ടുകെട്ടും നിങ്ങൾ ഞങ്ങളോട് കൂട്ടായ്മയുള്ളവരാകേണ്ടതിന് നിങ്ങൾക്ക് അറിയിக்கிறோம். എങ്ങളുടെ ഐക്യം പിതാവോടും കുമാരനോടുമായിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോട് കൂട്ടായ്മയുള്ളവരായിരിക്കേണ്ടതിന് ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയും പിതാവായ ദൈവത്തിനോടും പുത്രനായ ക്രിസ്തുവിനോടും അത്രേ. വിധமாக ഐക്യ പരിശുദ്ധമാങ്ങളുടെ ഐക്യത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ, പ്രകാരം വിശുദ്ധന്മാരുടെ കൂട്ടായ്മയോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ യേശു
രക്തത്തിനാൽ ഉന്നെ പരിശുദ്ധമാക്കും. യേശു രക്തം കൊണ്ട് നിന്നെ വിശുദ്ധീകരിച്ചു. വസനത്തിനാൽ ഉന്നെ പരിശുദ്ധമാക്കും. വചനത്താൽ നിന്നെ വിശുദ്ധീകരിക്കും. ആവിയിനാൽ ഉന്നെ പരിശുദ്ധമാക്കും. ആത്മാവിനാൽ നിന്നെ വിശുദ്ധീകരിക്കും. അതുതാൻ മുற்றிലും പരിശുദ്ധമാക്കപ്പെടുകിற അനുഭവം. അതാണ് സമ്പൂർണ്ണ വിശുദ്ധീകരണം. ആ മുற்றிലും പരിശുദ്ധമാക്കപ്പെട്ടാൽ, സമ്പൂർണ്ണ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, അല്ല, മുற்றிലും പരിശുദ്ധമാക്കപ്പെടുമ്പടിയാക പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി എബ്രായർ 10:14 എബ്രായ ലേഖനം 10:14 വാക്യപ്രകാരം പരിശുദ്ധമാക്കപ്പെടുகிறவர்களെ പൂർണ്ണപ്പെടുത്തുമ്പടിയാക യേശു ഒരേ ഒരു ബലിയാക മാറ്റപ്പെട്ടാർ എന്ന് വാസിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ടവരെ പൂർണ്ണരാക്കേണ്ടതിന് യേശു ഏകയാഗമായി തീർന്നു. ഏനനിൽ പരിശുദ്ധമാക്കപ്പെടുகிறவர்களെ ഒരേ ബലിയിനാലെ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എന്തേക്കും സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇപ്പിടിപ്പെട്ട പരിശുദ്ധമാക്കിനവர்கள் ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ടവരെ പൂർണ്ണമാക്കപ്പെട്ടവരെ യെശയ്യാ 13:3 വാസിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 13:3 വാക്യപ്രകാരം പരിശുദ്ധമാക്കിനവർക്ക് കട്ടളയിട്ടേൻ എൻ കോപത്തെ നിറവേറ്റുംപടി പരാക്രമശാലികളെ അഴയ്ത്തും. ഞാൻ എന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു ഗർവത്തോടെ ഉല്ലസിക്കുന്ന എന്റെ വീരന്മാരെ ഞാൻ എന്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. ദേവജനമേ, ഇതേ ഉലകത്തിൽ ഇതേ മാംസ ശരീരത്തിൽ പൂർണ്ണ പരിശുദ്ധ ജീവിയം ജയജീവിയം നാം ചെയ്യലാം. പ്രിയമുള്ളവരെ, ഇതേ ലോകത്തിൽ ഇതേ ജഡ ശരീരത്തിൽ നമുക്ക് സമ്പൂർണ്ണ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ചെയ്യാം. ഇതൊരു കഥയല്ല, ഐതിഹ്യമല്ല. ഇതൊരു കഥയോ ഐതിഹ്യമോ ഒന്നുമല്ല. ഇതുവേ ഉണ്മ. ഇത് സത്യമാണ്. ഇതേ ഭൂമിയിൽ ഇതേ ശരീരത്തിൽ ആവി ആത്മ ശരീരത്തിൽ പൂർണ്ണமான പരിശുദ്ധ ജീവിയം ജയജീവിയം ചെയ്യലാം. ഇതേ ഭൂമിയിൽ ഇതേ ശരീരത്തിൽ ഈ ദേഹാത്മദേഹിയിൽ ഒരു സമ്പൂർണ്ണ വിശുദ്ധ ജീവിതം ചെയ്യാം. മുற்றிലും വിശുദ്ധ ജീവിതം ചെയ്യാം. പരിശുദ്ധമാക്കപ്പെടുகிறவர்களை ഒരേ ബലിയിനാൽ അവർ എന്തെന്റേക്കും പൂർണ്ണപ്പെടുത്തിനാർ. ഏകദേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നമ്മുടെ സമ്പൂർണ്ണത യേശുവിലാണ് കാണപ്പെടുന്നത്. കൊലോസിയർ 2:9-10 വാസിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ന്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നു. ஏனென்றால் தேவத்துவத்தின் பரிபூரணமெல்லாம் ശരീര പ്രകാരமாக அவருக்குள் வாசமாயிருக்கிறது. അവനിലല്ലോ ദൈവത്തിന്റെ സമ്പൂർണ്ണതയും സകല ദുരത്തനങ്ങൾക്കും ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. അപ്പോൾ യേശുവുക്കുൾ നമ്മുടെ പൂർണ്ണം കാണപ്പെടുகிறது. യേശുവിൽ നമ്മുടെ സർവ്വസമ്പൂർണ്ണതയും കാണപ്പെടുന്നു. യേശുവുക്കുൾ നീ യേശുവിൽ വരണം. അതാ അഭിഷേകത്തിനാൽ അഭിഷേകത്താൽ നിങ്ങൾ യേശുവിലേക്ക് വരുന്നു. വന്നാൽ മറ്റും പോതാതെ, വന്നാൽ മാത്രം പോരാ. 2 പേരും 3:18 വാസിക്കുമ്പോൾ 2 പത്രോസ് 3:18 വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയിലും അവരെ അറിയുന്നതാന അറിവിലും വളരുങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. നാം വളര വേണ്ടും. നാം വളരണം. ഞാനൊരു അടിക്കടി പറയുന്നൊരു ഉദാഹരണമുണ്ട്. വാഴമരത്തില് അതിന്റെ പൂർണ്ണം കാണപ്പെടുகிறது. വാഴയിൽ അതിന്റെ പൂർണ്ണത കാണപ്പെടുന്നുണ്ട്. அந்த பூர்ணம் என்று வாழைத்தார், വാഴപ്പിണ്ടി എന്ന് പറയുന്നതാണ് അതിന്റെ പൂർണ്ണത. அந்த வாழைத்தார் வெளியே வர வேண்டுமானால் അത് പുറത്തു വരണമെങ്കിൽ വാഴമരം വളരണം. അതിന്റെ വാഴക്കൊല പുറത്തു വരണമെങ്കിൽ ആ വാഴ വളരണം. அப்படியே இருந்தால் அந்த பூர்ணம் வெளியே வராது. അത് അങ്ങനെ തന്നെ ഇരുന്നാൽ അതിന്റെ പൂർണ്ണത വെളി വരത്തില്ല. വാഴമരം വളരണം. വാഴ വളരണം. അപ്പോൾ വാഴത്താർ வெளியே வந்து விடும். അപ്പോൾ വാഴക്കൊമ്പ് പുറത്തു വരും. അത് വെറും പൂർണ്ണം மட்டும்தான். അത് വെറും പൂർണ്ണത മാത്രമാണ്. നീ പൂർണ്ണപ്പെട്ടാൽ മറ്റും പോതാതെ പരിപൂർണപ്പെട വേണ്ടും. നീ പൂർണ്ണത പ്രാപിച്ചാൽ മാത്രം പോരാ, സമ്പൂർണ്ണത പ്രാപിക്കണം. മത്തായി 5:48 വാസിക്കും. മത്തായി 5:48 വായിക്കുമ്പോൾ എൻ പിതാ സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നീങ്ങളും സൽഗുണപൂർണരായിരുങ്ങൾ. എന്റെ പിതാവ് സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അന്ത വാഴത്താർ പൂർണ്ണം താൻ. ആ വാഴക്കൊമ്പ് ഒരു പൂർണ്ണതയാണ്. അത് ഇനി വളർന്ന് വളർന്ന് പഴமாக മാറ്റപ്പെട വേണ്ടും. അത് വളർന്ന് വളർന്ന് പഴമായി തീരണം. കൊളന്ത എന്നതൊരു പൂർണ്ണം താൻ. ശിശു എന്നുള്ളതൊരു പൂർണ്ണതയാണ്. അത് പൂർണ്ണ കൊളന്ത, അതൊരു പൂർണ്ണതയുള്ള കുഞ്ഞാണ്. அந்த குழந்தை இன்னும் വളരണം. ആ കുഞ്ഞ് ഇനിയും വളരണം. വളർന്ന് പൂർണ്ണ പുരുഷനാക പൂർണ്ണ സ്ത്രീയാക മാറ്റപ്പെട വേണ്ടും. വളർന്ന് പൂർണ്ണ പുരുഷനായിട്ട് പൂർണ്ണ സ്ത്രീയായിട്ട് തീരണം. അതൊക്കെ
അതിനാൽதான் അപ്പോസ്തലിക ഐക്യവും അപ്പോസ്തലിക ഉപദേശവും അപ്പോസ്തലറുകളും തേവേ. അതിനു വേണ്ടിയിട്ടാണ് അപ്പസ്തോലിക കൂട്ടായ്മ, അപ്പസ്തോലിക ഉപദേശവും ആവശ്യമായിരിക്കുന്നത്, അപ്പസ്തോലന്മാരും ആവശ്യമായിരിക്കുന്നത്. ഇത് സംബന്ധമായ ഉപദേശ പുസ്തകങ്ങൾ നമ്മുടെ ബുക്ക് സ്റ്റാളിലുണ്ട്. ശീഘ്രமாக പോയി വാങ്ങിക്കൊള്ളുക. ഇത് സംബന്ധിച്ചുള്ള ഉപദേശ പുസ്തകങ്ങൾ നമ്മുടെ ബുക്ക് സ്റ്റാളിലുണ്ട്. നിങ്ങൾ പോയി ധാരാളമായി വാങ്ങിച്ചു കൊള്ളുക. 14 പുസ്തകങ്ങൾ 14 പുസ്തകങ്ങൾ ഉപദേശ പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ ശീഘ്രமாக പോയി സ്റ്റാളിൽ വാങ്ങിക്കൊള്ളുക. പെട്ടെന്ന് പോയി സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളുക. ഉപദേശത്തെ പഠിയുങ്ങൾ. ഉപദേശത്തെ പഠിക്കുക. ദേവൻ വൈരാഗ്യമായി ഇരിക്കുകയാർ. ദൈവം തീക്ഷ്ണതയുള്ളവനാകുന്നു. നീ എന്നെ ചെയ്യുകയായി, നീ എന്താണ് ചെയ്യുന്നത്? നീ ഇത്തന വർഷം എന്ന് ചൊല്ലുകയായി, നീ ഇത്ര വർഷമെന്ന് പറയുന്നല്ലോ. നീ പരിപൂർണപ്പെട്ടാച്ച, നീ സമ്പൂർണത പ്രാപിച്ചോ? ഉന്റെ സ്വഭാവം എന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ? മാറിയാച്ച, ഉന്റെ എണ്ണങ്ങൾ മാറിവിട്ടതാ, എന്റെ ചിന്തകൾ മാറിയിട്ടുണ്ടോ? ഉന്നെ നീയെ ഏമാറ്റുകയായി, നീ നിന്നെ തന്നെ വഞ്ചിക്കുന്നു. എസെക്കിയേൽ 33:31 വസനത്തിൻപടി, യെഹെസ്കേൽ 33:31 പ്രകാരം അവர்கள் വഴക്കത്തിൻപടി ഉൻ ജനങ്ങളെ പോലെ ഉൻ സമൂഹത്തിൽ കൂടുகிறார்கள். സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വരുന്നു. ஆனால் அவர்கள் അതിൻപടി ചെയ്യുകയില്ല. എന്നാൽ അവർ അതിനനുസരിച്ച് ചെയ്യുന്നില്ല. അതിനാൽ ഇസ്രായേൽ മക്കൾ മുന്നിട്ടല്ല പിന്നിട്ടേ പോനാர்கள். അതുകൊണ്ട് ഇസ്രായേൽ മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. ആകയാൽ നാം വളരുவோமாக. അതുകൊണ്ട് നമുക്ക് വളരാം. ദേവൻ കടും വൈരാഗ്യമുള്ളവരായി ദൈവം മഹാതീക്ഷ്ണതയുള്ളവനാകുന്നു. എത്ര പേർ വളര പോകുന്നീர்கள்? എത്ര പേർ വളരുവാൻ പോകുന്നു? എത്ര പേർ ഉപദേശത്തിൽ വളര പോകുന്നീர்கள்? എത്ര ഉപദേശത്തിൽ വളരുവാൻ പോകുന്നു? ഉങ്ങൾ ആവി ആത്മ ശരീരം മുഴുവതും യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമറ്റதாக இருக்கும்படி കാക്കപ്പെടുവதாக. നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കളങ്കമില്ലാത്തതായി വെളിപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും എഴുമ്പി നിൽപ്പോமாக. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഒരു 5 നിമിഷം, ഒരു 5 മിനിറ്റ് മാത്രം. എത്ര പേർ വളര വേണ്ടുമെന്ന് വാഞ്ചിக்கிறீர்கள்? എത്ര പേർ വളരണം എന്ന് ആഗ്രഹിക്കുന്നു? എത്ര പേർ മായമാലത്തിൽ ജീവിക്കാൻ വാഞ്ചിக்கிறீர்கள்? എത്ര പേർ ഈ വ്യാജത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു? ദേവൻ കടും വൈരാഗ്യത്തുடன் കാണപ്പെടുகிறார். ദൈവം മഹാതീക്ഷ്ണതയുള്ളവനായി കാണപ്പെടുന്നു. സിയോനുക്കാக യെരുശലേമുക്കാக ഞാൻ മഹാവൈരാഗ്യമുള്ള ദേവനായി இருக்கிறேன். സിയോനും യെരൂശലേമിനും വേണ്ടി ഞാൻ മഹാതീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ആകയാൽ இந்த കൺവെൻഷൻ മൂലமாக, ആകയാൽ ഈ കൺവെൻഷൻ നിമിത്തമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ആവിക്കൂറിയ വളർച്ചയുണ്ടാക, ഒരു ആത്മീക വളർച്ച ഉണ്ടാകേണ്ടതിന് அந்த எழுப்புதலை பெற்றுக்கொள்ளுங்கள். ആ ഉണർവ് പ്രാപിച്ചുകൊള്ളുക. அதுக்கேற்ற ഒരു കിരുബയും അഭിഷേകത്തെയും പെற்றுക്കൊള്ളുங்கள். അതിനേറ്റ ഒരു കൃപയും അഭിഷേകം പ്രാപിച്ചുകൊള്ളുവിൻ. உங்கள் ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങളെ അറിക്കை ചെയ്ത് വിട്ടുവിടുங்கள். നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പിൻ. ഓടിനതും പ്രയാസപ്പെട്ടതും വീണാകാതെ പഠിക്ക. ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആകാതിരിക്കേണ്ടതിന്, ക്രിസ്തുവിൻ നാളിൽ പുകഴ്ചയുണ്ടാക, ക്രിസ്തുവിന്റെ നാളിൽ പുകഴ്ച ഉണ്ടാകേണ്ടതിന്, തിരുവചനത്തെ പിടിച്ചുകൊണ്ട് ചുടലുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ, കോണലും മാർവാടുமான സന്തതിயின் നടുവിലെ കുറ്റമറ്റവരും കണ്ടിക്കപ്പെടാത്തവരും ആസറ്റ പിള്ളകളുമായി ഇരുപ്പതற்கு എല്ലാവറ്റേയും മുറുമുറുപ്പില്ലാമലും തർക്കിപ്പില്ലാമലും ചെയ്യുങ്ങൾ. വക്രതയെ കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ നിഷ്കളങ്കരും പരമാർത്ഥികളും ദൈവത്തിന്റെ അനിന്തിരും നിഷ്കളങ്കരും ദൈവത്തിന്റെ പരമാർത്ഥ മക്കളുമായി തീരേണ്ടതിന് നിങ്ങൾ സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. இந்த ஜீவியம், இப்படிப்பட்ட மேன்மையான ஜீவியம் வாஞ்சிக்கிறவர்கள் கரங்களை உயர்த்தி ஒரு அல்லேலூயா சொல்லுங்கள். ഇങ്ങനെയുള്ള ഉന്നതമായ ജീവിതം ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ഹല്ലേലൂയ. ഇതാ ഒരു അഭിഷേകത്തെ ദൈവം നൽകുവാൻ പോകുന്നു. ഇതാ ഒരു അഭിഷേകത്തെ ദേവൻ അനുപ്പ പോകുகிறார். 5 നിമിഷങ്ങൾ மட்டும்தான். വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എത്ര പേർ വാഞ്ചിக்கிறீர்கள்? എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇതാ അഭിഷേകത്തിനാൽ ദേവൻ ഉന്നെ നിറപ്പ പോകുகிறார். ഇത് അഭിഷേകത്താൽ ദൈവം നിന്നെ നിറയ്ക്കുവാൻ പോകുന്നു. എല്ലാവരും ആവിയിൽ നിറമ്പുകൾ. എല്ലാവരും ആത്മാവിൽ നിറയുവിൻ. ജയ ജീവിതത്തെ പെറ്റുകൊള്ളുങ്ങൾ. ജയ ജീവിതം പ്രാപിച്ചുകൊള്ളുവിൻ. പരിശുദ്ധ ജീവിതത്തെ പെറ്റുകൊള്ളുകൾ. വിശുദ്ധ ജീവിതം പ്രാപിച്ചുകൊള്ളുവിൻ. നിശ്ചയமாக നാം എടുത്തുകൊള്ളപ്പെട வேண்டும். തീർച്ചയായിട്ടും നമ്മൾ എടുത്തുകൊള്ളപ്പെടണം. എല്ലാവരും കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പുകൾ. എല്ലാവരും കൈകളെ അടിച്ച് ആത്മാവിൽ നിറയുവിൻ. തെളിവാக അന്യ ഭാഷയിൽ പേസുങ്ങൾ. വ്യക്തമായ അന്യഭാഷയിൽ സംസാരിക്കുവിൻ. അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. എഴുച്ചിയാക മാറലാകാതെ വെറും ഒരു വികാര പ്രകടനമായി തീരരുത്. ആണ്ടവരേ, ഞാൻ നീതിമാനാക മാറ്റപ്പെട வேண்டும். കർത്താവേ, ഞാൻ നീതിമാനായി തീരണം. ഞാൻ സിയോനാക യെരുശലേമായി മാറ്റപ്പെടണം. സിയോനുക്കാക യെരുശലേമുക്കാക ദേവാദി ദേവൻ കടും വൈരാഗ്യമുള്ളവരായിരിക്കണം. സിയോനും യെരുശലേമിനും വേണ്ടി ദൈവാദിദൈവ മഹാതീക്ഷ്ണതയുള്ളവനായിരിക്കുന്നു. നീ വാഞ്ചിത്താൽ
വല്ലമീൻ അഭിഷേകത്തിനാൽ ഉന്നെ നിറപ്പുവാർ. നീ ആഗ്രഹിച്ചാൽ ആ ശക്തിയേറിയ അഭിഷേകത്താൽ ദൈവം നിന്നെ നിറയ്ക്കും. ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. അഭിഷേകത്തെ பெற்றுக்கொள்ளுங்கள். അതെ, അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുവേൻ. പിന്നാലെ പിന്നാലെ இருக்கிறவளும் பெற்றுக்கொள்ளுங்கள். പുറകിലിരിക്കുന്നവരും അഭിഷേകം പ്രാപിച്ചുകൊള്ളുവേൻ. ബാൽക്കണിയിൽ இருக்கிறவளும் பெற்றுக்கொள்ளுங்கள். ബാൽക്കണിയിൽ ഇരിക്കുന്നവരും പ്രാപിച്ചുകൊള്ളുവേൻ. എല്ലാ ഊഴിയர்களுം ദേവജനങ്ങളും பெற்றுக்கொள்ளுங்கள். എല്ലാ ശുശ്രൂഷകരും ദൈവമക്കളും പ്രാപിച്ചുകൊള്ളുവേൻ. ആമേൻ റബാലാ ദിരൈറബല. സത്തമുയർത്തി അന്യഭാഷയിൽ പേസുங்கள். ശബ്ദമുയർത്തി അന്യഭാഷകൾ സംസാരിക്കുവേൻ. ഹല്ലേലൂയ റബിലബല ദിരൈറബല 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 ചടന. കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറപ്പുകൾ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറയുവേൻ. அந்த சாத்தான் உன்னை விட்டு விலகி ஓடட்டும். ആ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകട്ടെ. அந்த சாத்தானுக்கு இடமில்ல. ആ സാത്താനിനി സ്ഥലമില്ല. அவனோட எதிர்த்து நில்லுங்கள். അവനോട് എതിർത്ത് നിൽപ്പേൻ. ஆமென் ஆமென். உபதேசத்துக்கு கீழ்ப்படியுங்கள். ഉപദേശത്തെ അനുസരിപ്പേൻ. ഹല്ലേലൂയ റിബിലബല ദിരൈറബല ചടന മന ദിരിബിലബല ദിരൈറബല ചടന. തബൗ റബ് ചടന മന ദിരിബിലബല ദിരൈറബല ചടന മന ദിരൈറബല. ആമേൻ ആമേൻ. ഇതോ വല്ലമീൻ അഭിഷേകം വന്നുവിട്ടത്. ഇത് ശക്തിയേറിയ അഭിഷേകം വന്നിരിക്കുന്നു. ആമേൻ ആമേൻ. பெற்றுக்கொள்ளுங்கள் பெற்றுக்கொள்ளுங்கள். അതെ, പ്രാപിച്ചുകൊള്ളുവേൻ. உங்களை தூக்கி வீசினால் வீசட்டும். നിങ്ങൾ എടുത്തെറിയുന്നെങ്കിൽ എറിയട്ടെ. ആവിയാനവർ ഉന്നെ തൂക്കി വീസിനാൽ വീസട്டும். പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തെറിയുന്നെങ്കിൽ എറിയട്ടെ. ഇതാ ഊഴിയர்கள் നിന്നുകൊണ്ടിരിക്കുകയാர்கள். ശുശ്രൂഷകർ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട്. ഇതുവേ നല്ല സമയം. ഇതാകുന്നു നല്ല സമയം. വല്ലമീൻ അഭിഷേകത്തെ പെற்றுക്കൊള്ളുங்கள். ശക്തിയുള്ള അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുവേൻ. അഗ്നി അഗ്നി അഭിഷേകത്തെ പെற்றுക്കൊള്ളുங்கள். അഗ്നി അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുവേൻ. அப்படியே விட்டுக்கொடுங்கள் விட்டுக்கொடுங்கள் விட்டுக்கொடுங்கள். അങ്ങനെ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുപ്പേൻ. നിങ്ങളെ തന്നെ വിട്ടുകൊടുപ്പേൻ. വെക്കപ്പെടാതെ വെക്കപ്പെടാതെ. ലജ്ജിക്കേണ്ട. ആവി ആത്മ ശരീരത്തെ വിട്ടുകൊടുങ്ങൾ. ദേഹാത്മ ദേഹിയെ സമർപ്പിച്ചു കൊടുപ്പേൻ. പരിശുദ്ധാവിയാനവർക്ക് ഒപ്പുകൊടുങ്ങൾ. പരിശുദ്ധാത്മാവിന് ഇടം കൊടുപ്പേൻ. ദേവൻ ഉന്നെ മാറ്റട്டும். ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെ. ഉൻ സ്വഭാവത്തെ മാറ്റട്டும். സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. ഉന്നുടെ എണ്ണങ്ങളെ പാപ എണ്ണങ്ങളെ മാറ്റട്டும். നിന്റെ പാപ ചിന്തകളെ മാറ്റട്ടെ. ഉന്നുടെ അറുവറുപ്പാന ക്രിയകളെ മാറ്റട്டும். നിന്റെ മ്ലേച്ഛമായ പ്രവൃത്തികളെ മാറ്റട്ടെ. ഉന്നെ പരിശുദ്ധവാനാക മാറ്റട്டும். നിന്നെ വിശുദ്ധനാക്കി മാറ്റട്ടെ. അഭിഷേകத்துக்கு ഇടം കൊടുங்கள். പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുവേൻ. അഭിഷേകத்துக்கு ഇടം കൊടുங்கள். അഭിഷേകത്തിന് ഇടം കൊടുക്കുവേൻ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ.